എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാൻ സാധിച്ചതും ഈ മഹത് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും എൻ്റെ മഹാഭാഗ്യം. ആദ്യമായിട്ടാണ് വരുന്നത്. അടികൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും വരും. ഏത് ദിവസമാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 24 നമുക്ക് സൗകര്യമാണ്. എന്തായാലും ഇന്ന് ഒരു നല്ല ദിവസം തന്നെയാണ്. മാത്രമല്ല ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ശക്തിയുടെ ഉറവിടം, ശക്തി ഉപാസന, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എനർജി കണക്ഷൻ എന്ന് മാത്രം ഉള്ള ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി തുടങ്ങിയിട്ട് പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന എല്ലാം ശക്തിയുടെ പ്രതിഫലനമാണ്. മൂവിങ് എനർജി, സ്പിരിറ്റ്, ശക്തി. ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം ഇല്ല. ശിവൻ എന്ന് പറഞ്ഞ സ്റ്റിൽ എനർജിക്ക്, അതായത് അതിന് ജനനമില്ല, മരണമില്ല, അത് എന്നും ഉണ്ടായിരുന്ന എനർജിയാണ്. പക്ഷേ മൂവിങ് എനർജി അത് ലൈഫ് ഗിവിങ് എനർജിയാണ്, അല്ലെങ്കിൽ ലൈഫ് എനർജിയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സാധനയുടെ വ്യത്യാസം അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ റീസൺ അറിയാൻ പറ്റും. നമ്മൾ ശക്തി ഉപാസന ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ റിച്വലിസ്റ്റിക്കായി ചെയ്യാറുണ്ട്. റിച്വലിസ്റ്റിക്കായി ചെയ്യുന്നതുകൊണ്ടാണ് ബാലൻസ് പലപ്പോഴും കിട്ടാത്തത്. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ശക്തി ഉപാസന ചെയ്തിട്ട് അവർക്ക് എനർജി ബാലൻസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഉപാസന മാത്രമായിട്ട് മാറ്റുമ്പോഴാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉള്ള എനർജി അത് ഫീൽ ചെയ്ത് ശക്തിയായി മാറുമ്പോൾ നമുക്ക് ഒരിക്കലും ബാലൻസ് പോവില്ല. ബാലൻസ് എപ്പോഴും നിലനിൽക്കും. ഇത് ഒരുപാട് വലിയ മഹർഷി ശ്രേഷ്ഠന്മാർ, ഉപാസകർ, അവർ ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ശക്തി ഉപാസന എന്നുള്ളൊരു കാര്യം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എനർജി ആക്ടിവേഷനാണ്. ശിവൻ്റെ പാദം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷനാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഒരു സ്ഥിരത, സ്റ്റെബിലൈസേഷൻ എന്നുള്ള നിലയ്ക്കാണ് ശിവൻ്റെ ഒരു ഊർജം, ശിവൻ്റെ എനർജി വരുന്നത്, അല്ലെങ്കിൽ ശിവതത്വം നിൽക്കുന്നത്. പക്ഷേ ശക്തിയുടെ ആണെങ്കിൽ ആക്ടിവേഷൻ വരും. ആക്ടിവേഷൻ വരുന്ന സമയത്ത് ചാനലൈസേഷൻ വേണം. അതായത് അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാൻ പറ്റണം. ഏറ്റവും നല്ല ചാനലൈസേഷൻ കർമ്മയോഗയാണ്. അപ്പോൾ എല്ലാ ശക്തി ഉപാസകരും നല്ല കർമ്മയോഗികളായി കഴിഞ്ഞാൽ ഒരിക്കലും ബാലൻസ് പോവില്ല. ഇത് എൻ്റെ പ്രാവർത്തികമായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസാണ്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആക്ടിവേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് ചാനലൈസേഷൻ വരില്ല. എന്നിട്ട് പലപ്പോഴും അതിന് ഒരുപാട് ഇംബാലൻസസ്, മോശം സ്വപ്നങ്ങളും പല കാര്യങ്ങളും, പക്ഷേ മനസ്സ് വരെ ഉടക്കിപ്പോവും പല സ്ഥലത്തും. അങ്ങനെയൊക്കെ വരും. കാരണം ശക്തി നമ്മൾ ഇലക്ട്രിസിറ്റി പോലെ കണ്ടാൽ മതി. അതായത് നമ്മളത് കറക്റ്റായിട്ട് അത് ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് വരും. അതേസമയത്തോ നമ്മൾ ഇലക്ട്രിസിറ്റി അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതേ കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ശക്തി ഈ ഒരു സ്ഥലത്ത്, ശക്തിയെ കറക്റ്റായിട്ട് ഹാർനസ് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും എത്തുമ്പോൾ ആ ഒരു സെയിം ഇഫക്റ്റ് നമ്മുടെ ഉള്ളിലും വരും. അത് നമ്മുടെ ഒരു സ്റ്റെബിലൈസേഷൻ ലെവലിലേക്ക് തന്നെ വരും. ഞാൻ ഇന്ന് കൂടുതൽ ഒരു പ്രസംഗത്തിനല്ല ഉദ്ദേശിക്കുന്നത്, ചോദ്യോത്തരം എന്നുള്ള ലെവലിലാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ചോദ്യോത്തരമാണ്. കാരണം എന്നാലേ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തരുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതി തന്നാൽ ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉള്ള ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് തമ്മിൽ സംസാരിക്കാം. അപ്പോൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയറാക്കാം. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മൈക്കുമായിട്ട് ഞങ്ങൾ അടുത്തു വരാം. കൈപൊക്കിയാൽ മതി. സംശയമുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കേണ്ടവർ. ചോദ്യങ്ങൾ തയ്യാറാവുമ്പോഴേക്കും 1-2 ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്താണ് ജീവിതം?
എന്തുകൊണ്ടാണ് ജീവിതം, എന്തിനാണ് ജീവിതം? ബേസിക് ക്വസ്റ്റ്യൻസാണ്. പലപ്പോഴും നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആരും ചോദിക്കാറില്ല. എല്ലാം വളരെയധികം കൂടിയ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ബേസിക് മറന്നുപോകും. എന്താണ് ജീവിതം? സ്ഥൂലവും സൂക്ഷ്മവും ചേരുന്നതാണ് ജീവിതം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം, ബുദ്ധി, അഹങ്കാരം, ചിത്തം, മനസ്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് സ്ഥൂലം. അതിനെ ഉത്തേജിപ്പിക്കുന്നതാണ് ശക്തി. അതിൻ്റെ ആ ശക്തി ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശക്തിയുടെ സോഴ്സാണ് ശിവൻ അല്ലെങ്കിൽ ആത്മാവ്, പ്രാണൻ. ഈ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ജീവിതമുണ്ട്. ആ ആത്മാവും പ്രാണനും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ മരണം. ഇതാണ് ജീവിതം മരണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. നമ്മുടെ ബോഡി, ഒരു ശരീരം ഒരു മെഷീൻ പോലെയാണ്. ആ മെഷീനിലേക്ക് എനർജി വരുമ്പോൾ നമുക്ക് ജീവിതമുണ്ട്. അത് കഴിഞ്ഞ് ജനനം മുതൽ മരണം വരെ അതിനെ നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണോ ഈ ജന്മം എടുത്തത്, അതാണ് എന്തിനാണ് ജന്മം ചോദിച്ചത്. അത് നമ്മൾ എന്താണോ എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിനു വേണ്ടിയാണ് ജന്മം. എന്താണ് കർമ്മ? എങ്ങനെ അറിയാം കർമ്മ? എന്താണോ അനുഭവിക്കുന്നത് ഓരോ സമയത്തും അതിനു വേണ്ടിയാണ് കർമ്മ. അതാണ് നമ്മൾ ഇവിടെ ജീവിക്കാൻ കാരണം. ചില കാര്യങ്ങൾ സുഖമാണ്, ചിലത് ദുഃഖമാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ജനനം മുതൽ മരണം വരെ, അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, ഇതെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധനവും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. അതെല്ലാം വരും പോവും, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത് എല്ലാ സമയത്തും. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ ദുഃഖം തരും. അതങ്ങനെ വന്ന് പോകുമെന്ന് പറഞ്ഞ് വിടുമ്പോൾ ഒരു ദുഃഖവും ഇല്ല, അതങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ. ഇപ്പോൾ ഒരുപാട് 100 വയസ്സ് വരെ നമ്മൾ ജീവിക്കുക വിചാരിക്കുക, എന്നാൽ തന്നെ 36,500 ദിവസമുള്ളൂ. 36,000. ഒരുപാട് ദിവസമൊന്നുമില്ല ഭൂമിയിൽ. നമുക്ക് തോന്നും നമ്മൾ കുറേ കാലം ജീവിക്കുന്നത്, പക്ഷെ അത്ര സമയമൊന്നുമില്ല. 80 വയസ്സ് വരെ ജീവിക്കുക എന്ന് വെച്ചാൽ 29,200 ദിവസമുള്ളൂ. എത്ര ദിവസമുണ്ട്? അത് അധിക ദിവസമൊന്നുമില്ല. നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ ഓൾമോസ്റ്റ് പോകും ഇവിടുന്ന്. അപ്പോൾ അധിക ദിവസമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സന്തോഷം, സമാധാനം, സ്റ്റെബിലിറ്റി, സ്ഥിരത, ഇതെല്ലാം വേണം. ആ ഒരു ലെവലിൽ നമ്മൾ നിൽക്കുക എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ജീവിതം സമ്പൂർണ്ണമായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു കണ്ടൻമെൻറ്റ്, അതായത് സംതൃപ്തി എപ്പോഴും ഉണ്ടാവും. കാരണം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് തന്നെയാണ്. അതിൽ നമുക്കൊന്നും കൺട്രോളില്ല, നമ്മൾ കൊണ്ടുവന്നൊന്നുമല്ല. അതേപോലെ ഇവിടുന്ന് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല. ഇവിടെ നമ്മൾ കൊണ്ടുവന്നോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ കർമ്മം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ റോഡ് മാപ്പാണ്, ജനനം മുതൽ മരണം വരെ. അതുപോലെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഇത് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഓണർഷിപ്പാണ് കർമ്മത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനെക്കുറിച്ച് നമ്മൾ ഇത് എൻ്റെയാണെന്ന് തോന്നുന്നോ അതാണ് നമ്മളെ ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർ പിന്നെയും ജന്മെടുക്കുന്നതും. കാരണം നമ്മൾ ഇവിടുന്ന് വിട്ടു പോകാൻ നമുക്ക് തന്നെ അനുവാദം കൊടുക്കുന്നില്ല, നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനിപ്പോൾ സ്പിരിച്വൽ ചേഞ്ചിനെ കൂട്ടിക്കോളൂ. അത് കൂടുതൽ നമ്മുടെ ഉള്ളിലത്തെ എനർജിയെക്കുറിച്ച് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്തിട്ട് ആ എനർജി മൂവ്മെൻറ്റ് കൂടുതൽ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ എനർജിയുടെ പ്രസക്തി അറിയാൻ പറ്റും, അതിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചു കാലം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുറത്തെ ലോകമായിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരും. അങ്ങനെ ഡിറ്റാച്ച്മെൻറ്റ് തന്നെ വരണം, അല്ലാണ്ട് നമ്മളൊരു കാര്യം മാറ്റി വെച്ചിട്ടല്ല വരേണ്ടത്. ആ ഡിറ്റാച്ച്മെൻറ്റ് തന്നെ വരണം. അങ്ങനെ തന്നെ വരുന്ന സമയത്ത് അത് സ്റ്റേബിളായിരിക്കും. അതേ സമയത്തോ നമ്മൾ വേണ്ട ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. എപ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം വിട്ടു പോവില്ല, ജീവിതത്തിനെ വിട്ടു പോവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റ് ഒക്കെ തന്നെത്താൻ വരണം. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഒരു കാര്യം ഫോക്കസാണ്. എവിടെ ഫോക്കസ് ചെയ്യണോ, മനസ്സ് എവിടെ നിലനിർത്തണോ ആ സ്ഥലത്തേക്ക് നമ്മളെത്തും. അപ്പോൾ ആ ശരീരത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ലെവലിൽ നിൽക്കും. ആത്മാവിലേക്ക് ആത്മാവിലാണ് ഫോക്കസ് എന്നുണ്ടെങ്കിൽ അവിടെ വരും. അങ്ങനെ ഏത് സ്ഥലത്താണോ ഫോക്കസ് ആ സ്ഥലത്തേക്ക് അതായിത്തീരും നമ്മൾ. അങ്ങനെ ആയിത്തീരും. അപ്പോൾ എനർജി ലെവലിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾ എനർജി ആയിത്തീരും. അതാണ് ഇപ്പം ഹനുമാൻജിയുടെ കഥ. ഹനുമാൻജി എങ്ങനെയാണ് ഇത്രയും ശക്തനായത്? അദ്ദേഹത്തിൻ്റെ ഒറ്റ ഫോക്കസേ ഉണ്ടായിട്ടുള്ളൂ, ശ്രീരാമൻ. അപ്പോൾ അദ്ദേഹം ആകെ ചെയ്ത മനസ്സ് എപ്പോഴും ഏകാഗ്രമായിട്ട് വെച്ചിരുന്നത് ശ്രീരാമൻ്റെ പാദങ്ങളിലാണ്. അപ്പോൾ അഷ്ടസിദ്ധി നവനിധിയും വന്നു. ഇതേപോലെ തന്നെ
ശ്രീരാമൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനർജി അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എനർജി പ്ലെയിൻ കൊണ്ടാണ്, എനർജി ഉള്ളതുകൊണ്ടാണ്. ഇലക്ട്രിസിറ്റി പോലെ ഈ ലൈറ്റ് കത്തുന്നത് ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇലക്ട്രിസിറ്റി കാണാൻ പറ്റില്ല, പക്ഷേ ലൈറ്റ് കാണാൻ പറ്റും, വെളിച്ചം കാണാൻ പറ്റും. അതേപോലെ എൻ്റെ ജീവിതം ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ഉള്ളിൽ എനർജി ഉള്ളതുകൊണ്ടാണ്, ആ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ജീവിതം ഇല്ലല്ലോ. അപ്പോൾ അത് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ എനർജി ആസ്പെക്റ്റിനെ ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാലം ഫീൽ ചെയ്യുമ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യാൻ പറ്റും. റിയലൈസ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റും. എനർജി എങ്ങനെയാണ് മൂവ് ചെയ്യണേ, നമ്മുടെ ശക്തി ഉള്ളിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കുന്നതാണ് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ, ഇത്രയേ ഉള്ളൂ സീക്രട്ട്. ഇതിൻ്റെ വലിയ സീക്രട്ടൊന്നുമില്ല. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. നമ്മുടെ ശർമാജിയുടെ പുസ്തകമുണ്ട്, എന്താ 43 ട്രയാങ്കിൾസ് ബ്രെയിൻ ടോണർ എന്നുള്ളൊരു പുസ്തകം. അദ്ദേഹം അതിനെക്കുറിച്ച്, അത് ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ ഒരു കോഴ്സായിട്ട് അദ്ദേഹം ഒരു ദീക്ഷ കോഴ്സ് ലെവലിലേക്ക് കൊണ്ടുവന്ന് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ishaa.org.in. ആ വെബ്സൈറ്റ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞ ഇതിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ശർമാജി. എനിവേ, അപ്പോൾ ഇത് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുക. ആ സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ഈ സൂക്ഷ്മത്തിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എനർജി, അതിൻ്റെ മൂവ്മെൻറ്റ്. അത് ഓരോ ഓർഗൻസിനെ പ്രവർത്തിപ്പിക്കും, അതായത് ഓരോ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എല്ലാം പ്രവർത്തിപ്പിക്കും. അതിങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന എനർജി മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ, കാരണം ഇതൊന്നും തന്നെത്താൻ പ്രവർത്തിക്കില്ല. കണ്ണിന് കാണണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ശക്തി വേണം, ചെവിക്ക് കേൾക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തി വേണം, അതേപോലെ മനസ്സിന് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള സോഴ്സ് വേണം, ശക്തി വേണം. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ കൂടുതൽ നമുക്ക് നമ്മളെ അറിയാൻ പറ്റും. ആകെപ്പാട് ഒരൊറ്റ കാര്യം അറിയണ്ടു ലോകത്ത്, ഒരു ജീവിതത്തിൽ നമ്മളെ തന്നെ. വേറെ ഒരു അറിവിനും വലിയ കാര്യമില്ല. നമ്മൾ കുറേ പുസ്തകം പഠിച്ചുകൊണ്ടോ കുറേ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും വരില്ല. പക്ഷെ കൂടുതൽ സമയം നമ്മളെ അറിയാൻ എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. ഞാൻ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് നോക്കിയാൽ മതി. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഈ പേഴ്സണാലിറ്റിയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണോ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതാണല്ലോ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓ, ഇത് മോഹൻജിയാണ്, അല്ലെങ്കിൽ ഇത് വേറൊരാളാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ്. അത് ഈ ജീവിതത്തിൻ്റെ മാത്രം കാര്യമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഈ പേഴ്സണാലിറ്റി ആയിരുന്നില്ല, അടുത്ത ജന്മത്തിലും ഈ പേഴ്സണാലിറ്റി ആവില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പേഴ്സണാലിറ്റിക്കും വളരെയധികം കുറച്ച് സമയമുള്ളൂ. ആ സമയം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി മരിച്ചു പോകും, ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ലൈഫിന് കണ്ടിന്യൂവേഷനാണ്, ലൈഫിന് എൻഡില്ല. പക്ഷേ പേഴ്സണാലിറ്റിക്ക് എൻഡുണ്ട്, അതിന് ജനനമുണ്ട്, മരണമുണ്ട്. ആത്മാവ് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് കുറച്ച് കുറവ് വരും. അതായത് ഓരോ കാര്യത്തിലും ഇത് എൻ്റേതാണെന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കുറയും. കാരണം നമുക്കറിയാം നമ്മുടെ അടുത്ത് ഒന്നുമില്ല, ശരീരം പോലും നമ്മളിവിടെ ഇട്ടിട്ട് പോകും, ആരെയും ഓൺ ചെയ്യുന്നില്ല. 3 ടൈപ്പ് ഓണർഷിപ്പാണ് മനുഷ്യനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്ന് ബന്ധങ്ങൾ. 2 നമ്മുടെ പൊസിഷൻ, നമ്മൾ എന്താണോ ലോകം നമ്മളെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് വലിയൊരു ബൈൻഡിങ് ആണ്. 3-മത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു ലോകത്തുനിന്ന്. ഈ 3 കാര്യങ്ങളും നമ്മളെ വല്ലാണ്ട് ബൈൻഡ് ചെയ്യണ കാര്യങ്ങളാണ്. ഈ 3 കാര്യത്തിനും ഒരു വാല്യൂ ഇല്ല മരണസമയത്ത്. മരിക്കുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളും അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അതായത് ബന്ധങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോവും, നമ്മൾ എന്തൊക്കെയാണോ ലോകത്ത് അത് പോയി പോവും, നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചോ അതും ഇവിടെ ഇട്ടിട്ട് പോകും. ഈ 3 കാര്യങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ റിയാലിറ്റി, എന്തെന്നാണ് ഇമ്പോർട്ടൻ്റ്, അത് എന്താണോ പെർമനൻ്റ് എന്നുള്ളതാണ്. ആ പെർമനൻ്റ് ഉള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. വാട്ട് ഈസ് പെർമനൻ്റ് ഇൻ മീ, ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് റോഡ് മാപ്പ്, എവിടേക്ക് എത്തണം എന്നുള്ളത്. ഇതിന് ഗുരു ഒന്നും വേണ്ട, ഒരു പ്രാക്ടീസും വേണ്ട, ഈ അവയർനെസ് മതി, ഈ ചിന്ത മാത്രം മതി. ഡെയിലി രാവിലെ എണീറ്റിട്ട് ഈ ചിന്ത, അതായത് ഞാൻ എന്താണ് ഈ പ്രൊജക്ഷൻ, അതായത് നമ്മളെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ എന്തിനാണ് ഈ പ്രൊജക്ഷൻ. അതിപ്പോൾ ഈ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ, അത് തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ജോലിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വാല്യൂ ഉണ്ട്. ആ ജോലി വിട്ട് കഴിഞ്ഞാൽ ആ വാല്യൂ ഇല്ല. എന്താ കാരണം? പൊസിഷനാണ് വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഓരോ പൊസിഷനിലും ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഒരു പൊസിഷൻ മാറിയാൽ ഇല്ല. അതേപോലെ തന്നെ ജീവിതത്തിനൊരു വാല്യൂ ഉണ്ട്, മരണം കഴിഞ്ഞാൽ അതില്ല. നമ്മളെ ഓർത്തിരിക്കുന്ന എത്ര പേരുണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ? അടുത്ത ജനറേഷൻ, ചിലപ്പോൾ 1 ജനറേഷൻ അല്ലെങ്കിൽ 2 ജനറേഷൻ.
അത് കഴിഞ്ഞാൽ നമ്മളെ മറന്നു പോകും. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഒരുപാട് മഹാനായിരിക്കണം, വലിയൊരാളായിരിക്കണം നമ്മുടെ പോലെ തന്നെ. പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിനെ? ഓർമ്മ പോലും ഇല്ല. ഒരു പടം പോലും ഉണ്ടാവില്ല വീട്ടിൽ. ഇത്രയേ ഉള്ളൂ ലൈഫ്. ഒരു വലിയ കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് ഇപ്പോൾ ഈ സമയത്തുള്ള പ്രസക്തി കുറച്ച് കഴിഞ്ഞാൽ ആ പ്രസക്തി ഉണ്ടാവില്ല. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്താണ് ജീവിതത്തിൻ്റെ പ്രയോറിറ്റി, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ആ ഒരൊറ്റ ചിന്ത മതി. അപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് ഗൈഡൻസ് തന്നെത്താൻ വരും. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് അതിന് നോക്കുന്നത്, പുറത്തല്ല. പുറത്ത് ഒരു പ്രാക്ടീസ്, എല്ലാ പ്രാക്ടീസുകളും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഡിസിപ്ലിന് വേണ്ടിയാണ്. അതായത് എല്ലാ തോണികളും നദി കടക്കാനാണ്. നദി കടന്നു കഴിഞ്ഞാൽ തോണിയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ പ്രാക്ടീസുകളും ആ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമല്ലോ, പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് ആ പഠിച്ചു കഴിഞ്ഞ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ നമ്മൾ പിന്നെ പഠിക്കില്ല. അതേപോലെ ഈ പ്രാക്ടീസസും ഇവോൾവ് ചെയ്യും, പല പല പ്രാക്ടീസസും ഇവോൾവ് ചെയ്യും. ഒരു ചെറിയ കഥ പറയാം, എനിക്ക് പേഴ്സണലി അനുഭവമുള്ളതാണ്. ഞാൻ ഒരു മാരേജിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ. ഒരു ഫോർട്ടിൽ വെച്ചായിരുന്നു മാരേജ്, ഒരു കോട്ടയിൽ വെച്ച്. അപ്പോൾ ഞാൻ ഈ മാരേജിൻ്റെ ബഹളമൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് വിചാരിച്ചു ഇത് മാറി നിൽക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു ആ ഫോർട്ടിൽ കൂടെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു മൂലയ്ക്ക്, ഫോർട്ടിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, എനിക്ക് പരിചയമില്ല ആളെ. അടുത്ത് പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വെച്ചിരിക്കുന്നതാണ്, ഒരു മുദ്ര പിടിച്ചിട്ടാണ് നിൽക്കണേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധകനാണ്, എന്തോ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങയുടെ ഗുരുവിന് എൻ്റെ നമസ്കാരങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു എന്നോട് ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, കാരണം ഞാൻ ആരാന്നുള്ളത് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്രിയായോഗ സാധനയാണ് ചെയ്യണേ. അപ്പോൾ അദ്ദേഹം ഞാൻ ചെറുതായിട്ട് കഥ പറഞ്ഞു. അദ്ദേഹം വലിയൊരു എൻജിനീയറായിരുന്നു, ഒരു സിംഗപ്പൂരിയൻ കമ്പനിയിൽ, ഒരു ഫേമിൽ. ഒരു ദിവസം ബാബാജി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഭാരതത്തിലേക്ക് പോകാൻ പറഞ്ഞു. അദ്ദേഹം അപ്പോൾ അത് വിട്ടു, കാരണം ഒരു സ്വപ്നമല്ലേ. പിന്നെയും അതേ സ്വപ്നം വന്നു, ഭാരതത്തിലേക്ക് പോകാൻ പറഞ്ഞു. 3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരേ സ്വപ്നം. അദ്ദേഹം വിചാരിച്ചു എന്തായാലും പക്ഷേ എവിടേക്ക് പോകണം, ഭാരതം വലിയ സ്ഥലമല്ലേ, എവിടേക്ക് പോകണം എന്നറിയില്ല. അദ്ദേഹം അവിടുന്ന് പ്ലെയിന് കയറി ചെന്നൈയിൽ വന്നിട്ട് ചെന്നൈയിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. പിന്നെ സ്വപ്നം വരുന്നില്ല. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇനിയൊരു സ്വപ്നം വന്നു, കൽക്കട്ടയിൽ പോകാൻ പറഞ്ഞു. ഇയാൾ കൽക്കട്ടയിൽ പോയിട്ട് അവിടെ റൂം എടുത്ത് താമസിക്കുകയാണ്. എന്നിട്ട് പിന്നെയും സ്വപ്നം വന്നിട്ടില്ല, ഇനിയും സ്വപ്നം കാണാൻ നിൽക്കുകയാണ്. കാരണം ഗൈഡൻസ് എങ്ങനെയാണ് വരുന്നത് അദ്ദേഹത്തിന്. അങ്ങനെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു ഗൈഡൻസ് വന്നു. ഒരു വില്ലേജിൽ, ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പോകാൻ. അവിടെ ആകെ ഒരു 50 വീടേ ഉള്ളൂ, ചെറിയ ഗ്രാമം. അത് എല്ലാവരും കർഷകരുമാണ്, ബംഗാളിൽ ഉള്ളിൽ. ഇയാൾ അവിടെ പോയിട്ട് പിന്നെ അയാളെ ഇങ്ങനെ ഗൈഡൻസ് വന്നു തുടങ്ങി. ഇയാൾ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇയാളൊരു എൻജിനീയറാണ്, റാഷണൽ തിങ്കിങ് ആണ്. അതായത് വെറുതെ ഒന്നും ഇങ്ങനെയൊന്നും പോവില്ല. പിന്നെ മാത്രമല്ല സ്കെപ്റ്റിക്കലുമാണ്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ ഇയാൾക്ക് എന്തോ വിശ്വസിക്കാൻ തോന്നി, അങ്ങനെ പോയി. അപ്പോൾ എന്നിട്ട് പോയിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ ഗുരു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ തിരഞ്ഞു പോയപ്പോൾ അത് 4ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്, ആ സ്കൂളിലത്തെ മാഷാണ് ഇയാളുടെ ഗുരു. അപ്പോൾ ഇയാൾ ആ മാഷയെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരാൾ, 50 വയസ്സിൻ്റെ മേലെയൊരാൾ ഈ സ്കൂൾ ടീച്ചറുടെ അടുത്തപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ 4ാം ക്ലാസ് വരെ ഇപ്പോൾ ക്ലാസ്സുള്ളൂ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളെങ്ങനെ ശിഷ്യനായി സ്വീകരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിങ്ങനെ ഗൈഡൻസ് കിട്ടി വന്നതാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ മാഷക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇയാൾക്ക് ബംഗാളിയും അറിയില്ല. അപ്പോൾ പേടിക്കുകയല്ലേ, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സുഖമാണ്. വേറെ വല്ലവരും വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങോട്ട് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇയാൾക്ക് അവിടെ താമസിക്കാൻ വീടുകളൊന്നുമില്ല. 5 കിലോമീറ്റർ ദൂരെയാണ് ബസ് വരെ വരുള്ളൂ, നടന്നു പോകണകത്തേക്ക് അല്ലെങ്കിൽ കാളവണ്ടി പോകണം. അവിടെ എന്നിട്ട് ഇദ്ദേഹം താമസിച്ചിരുന്നത് ഒരു ചെറിയൊരു കർഷകൻ്റെ, അയാൾക്ക് അപ്പുറത്ത് പശുക്കളും തൊഴുത്തൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ അവിടെ താമസിച്ചു. ഇയാൾ 5 സ്റ്റാറിൽ താമസിച്ച ആളാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ കൊതുകൊക്കെയും കടിച്ച്. എന്നിട്ട് ഇയാൾ ഡെയിലി ഇയാളുടെ അടുത്ത് പോകും, ഈ മാസ്റ്ററുടെ അടുത്ത്. എന്നിട്ട് പറയും എന്നെ ശിഷ്യത്വം തരണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല. അയാൾ പറയും ഞാൻ എന്ത് പഠിപ്പിക്കാനാണ് നിങ്ങളെ, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് മടുത്തു. 1 മാസം 1.5 മാസമായി ഇയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇയാളെ ശിഷ്യനായിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു ഇനിയിപ്പോൾ മതി, ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പോകുമ്പോൾ വൈകുന്നേരം ഈ മാഷ് ഇയാളെ കാണാൻ വന്നു, സ്കൂൾ മാഷ്. എന്നിട്ട് ഇയാളോട് പറഞ്ഞു നിങ്ങൾ നല്ലപോലെ വെയിറ്റ് ചെയ്തു അല്ലേ, ഞാനല്ല നിങ്ങളുടെ ഗുരു, ഞാൻ നുണ പറഞ്ഞിട്ടില്ല.
നിങ്ങളുടെ ഗുരു ഇരിക്കുന്നത് ഒരു കഴിഞ്ഞിട്ട് അകത്ത് പോകണം. ആ ഗുഹയുടെ ഉള്ളിൽ ഓക്സിജൻ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ട്രെയിനിങ് തരാം. ഓക്സിജൻ ഇല്ലാതെ 2.5 മണിക്കൂർ എങ്ങനെ നിൽക്കാം എന്നുള്ള ട്രെയിനിങ്. കാരണം ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ 2.5 മണിക്കൂറോളം ദൂരം ഓക്സിജൻ ഇല്ല. ആ ട്രെയിനിങ് ഞാൻ തരാം. നിങ്ങൾക്ക് ശ്വാസം പിടിക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരാം. ബാക്കി എൻ്റെ അടുത്തില്ല അവർ. എന്നിട്ട് ഞാൻ ഈ കണ്ട സമയത്ത് ഇയാൾക്ക് 1.5 മണിക്കൂർ നേരം ഓക്സിജൻ ശ്വാസം പിടിച്ച് നിർത്താൻ പറ്റും ആ സമയത്ത്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. എന്നിട്ട് ഇയാളുടെ ഗുരുവിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പം ഞാൻ പലപ്പോഴും പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഈസി ആയിട്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തന്നെ കൂടുതൽ നമുക്ക് വരാനുള്ളത് നമ്മുടെ അടുത്ത് വരും. അത് കറക്റ്റ് ടൈമിന്. അത് നമുക്ക് ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു വേർഡായിരിക്കും. ഞാൻ എൻ്റെ കണക്ഷനും എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് ഞാൻ വസിഷ്ഠ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഒരൊറ്റ വേർഡ് ആരോ പറഞ്ഞ പോലെ തോന്നി, കണക്ട് യുവർ സ്പൈൻ, നട്ടെല്ല് ശ്രദ്ധിക്കുമെന്ന്. അത് മാത്രം ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, നട്ടെല്ല് ശ്രദ്ധിക്കാൻ. ആ ഒരൊറ്റ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഈ എല്ലാ ചേഞ്ചസും വന്നത്. ഒറ്റ പ്രാക്ടീസ്, കണക്ട് യുവർ സ്പൈൻ. അതേപോലെ മസ്ത് എന്നുള്ള ഞാൻ ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ പറ്റിയിട്ട്. അയാളോട് ഗുരു പറഞ്ഞത് ക്യാച്ച് ദ സ്കൈ എന്നാണ് പറഞ്ഞത്, ആകാശത്തിനെ പിടിക്കാനാണ് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിൽ വലിയ ഡിസ്ക്രിപ്ഷനോ എങ്ങനെ പിടിക്കണമെന്നോ ഒന്നുമില്ല. അതായത് ശരിയായ പാതയിൽ നമുക്ക് റെഡി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്പാർക്കേ വേണ്ടൂ. അത് നമ്മൾ റെഡി ആയിരിക്കണം. റെഡി അല്ലാത്ത സമയത്ത് നമ്മൾ എത്ര ചെയ്താലും കുറേ ചെയ്യും നമ്മൾ ആക്ടിവിറ്റി, പക്ഷെ അതിനുള്ള റിസൾട്ട് വരില്ല. ആ റിസൾട്ട് വരാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് എൻ്റെ കുഴപ്പമാണോ? അതല്ല, നമ്മുടെ സമയം, തയ്യാറായിട്ടുള്ള സമയം അല്ലെങ്കിൽ ആ സമയത്തല്ല അത് ചെയ്യേണ്ടത്. ഒരു സമയം, സന്ദർഭം, ഒരു ആക്ടിവിറ്റി, ഒരു റിസൾട്ട്, ഇതൊക്കെ പ്രീ ഡിറ്റർമിൻഡാണ്. ഒരു സമയം, അതിൻ്റെ സന്ദർഭം, സർക്കംസ്റ്റാൻസസ്, ആക്ടിവിറ്റി, ഇതെല്ലാം അതിൻ്റെ ഒരു റിസൾട്ടും ഉണ്ട്. ആ റിസൾട്ട് എല്ലാം പ്രീഫിക്സ്ഡ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിനാകെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ അതിങ്ങനെ വരും, ഗൈഡൻസ് വരും. അത് ഓരോരുത്തർക്കും അവരവരുടെ ഫ്രീക്വൻസി അനുസരിച്ച് ചൂസ് ചെയ്യാൻ വെച്ചാൽ ചൂസ് ആയി പോകും. നമുക്ക് കറക്റ്റ് ടീച്ചർ വരും, അത് റൈറ്റ് ടൈമിൽ, ആ ടൈമിൽ മാത്രമേ വരുള്ളൂ. അത് അതിന് മുന്നേ അതിന് ശേഷമോ വരില്ല. അപ്പോൾ ഇത് ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്തായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സാധന വളരെ സിമ്പിളാവും. നമുക്ക് എങ്ങനെ അറിയാം നമുക്ക് കറക്റ്റ് ആക്ടിവിറ്റി ആണോ എന്ന്? അത് എഫേർട്ട്ലെസ് ആയിരിക്കും, ഏറ്റവും ഈസി ആയിരിക്കും. നമുക്ക് ചേർന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിന് നമുക്ക് ഒരു എഫേർട്ടും ഒരു സ്ട്രെയിനും ഇല്ല. അതേ സമയത്ത് നമുക്ക് ചേരാത്തൊരു ആക്ടിവിറ്റിയാണ് വിചാരിക്കും, അതിന് ഒരുപാട് എഫേർട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പേര് പിന്നെ ഓരോ പ്രാക്ടീസ് ചെയ്യുന്നത് ഓരോ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഓരോ സിദ്ധികൾ. അത് ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ്. അതായത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല സിദ്ധികൾ തന്നെത്താൻ വരും. തന്നെത്താൻ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തിനാണതെന്ന് നമുക്ക് മനസ്സിലാവില്ല പലപ്പോഴും, ഇതെന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു കമ്പനിയുടെ GM ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ കഴിഞ്ഞ ജന്മങ്ങളത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളും പുതിയ വരാൻ പോകുന്ന കാലങ്ങളും തന്നെത്താൻ മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എനിക്ക് ഈ ഇൻഫർമേഷൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, അയാളോട് പറയണോ? അങ്ങനെ പറയാൻ നോക്കി 1-2 പ്രാവശ്യം പറയാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. കാരണം അവരെന്നെ കാണുന്നത് ഒരു അസ്ട്രോളജർ പോലെയല്ലല്ലോ, ഒരു ജ്യോതിഷി പോലെയല്ല. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇയാൾ എന്താ ഈ സംസാരിക്കുന്നത്, അവർ ബിസിനസ്സിന് വേണ്ടി വരുന്ന എൻ്റെ അടുത്ത്. ആ സമയത്ത് നമ്മൾ ഇയാൾക്ക് ഇനി ഇന്നത് സംഭവിക്കുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആപ്പാടെ പേടിയാവും, ആ ബിസിനസ് നടക്കാണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അത് പറയലും നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇൻഫർമേഷൻ തന്നെത്താൻ വരുന്നതാണ്, അത് നമുക്കൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ബാബാജിയായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, നിൻ്റെ അടുത്തുള്ള കാര്യങ്ങളെ വെച്ചിട്ട് ഒരുപാട് പേര് നിന്നെ കാണാൻ വരും. അവർ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻസെക്യൂരിറ്റി സോൾവ് ചെയ്യാനാണ്. നിനക്ക് അത് വേണോ അതോ നീ ആൾക്കാരെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ലിബറേഷനിലേക്ക് എത്തിക്കേണ്ട അത് വേണോ, ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോക്ഷത്തിലേക്ക് എത്തിക്കണം, അല്ലാണ്ട് ഇത് പിന്നെ ഇരുന്നിട്ട് നമ്മൾ ഭാവി പറഞ്ഞിരിക്കുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ബാബാജി പറഞ്ഞു അത് ഡ്രോപ്പ് ചെയ്യോ, നിൻ്റെ അടുത്തുള്ളൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ സമയം മുതൽ ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല, ഒന്നും അറിയൂല. അപ്പം നമുക്ക് ശരിക്കും ഗ്രൗണ്ടഡായി സാധാരണ ലെവലിലേക്ക് എത്തി. പിന്നെ ബാക്കി സംഭവിക്കുന്നതിലൊന്നും നമുക്ക് കൺട്രോളില്ല, അല്ലെങ്കിൽ നമ്മൾ ഓണർഷിപ്പില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ഇല്ല. അപ്പം നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആണത്. ആൾക്കാർ കറക്റ്റായിട്ട് കണക്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് പോവും, ആൾക്കാരുടെ അടുത്തേക്ക് എങ്ങനെ എത്തും ചോദിച്ചപ്പോൾ പറഞ്ഞത് ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. നിനക്ക് ആ പ്രോബ്ലം ഇല്ല, നിൻ്റെ അടുത്ത് വരുന്നവർ നമ്മൾ അയച്ചവരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ഈ പാത്തൊന്നും ഒരു വിഷമവും ഇല്ല. നമ്മൾ പലപ്പോഴും അത് നേടണം ഇത് നേടണം എന്ന് പറയുമ്പോഴാണ് വലിയ സ്ട്രെസ്സ്. ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും, പറയേണ്ട സമയത്ത് പറയും, പറയണ്ടെങ്കിൽ പറയില്ല, ആ ലെവലിൽ വരും. അതായത് ജീവിതം ഒരു നദി പോലെ ഇങ്ങനെ ഫ്ലൂയിഡായിട്ട് ഒഴുകണം, എന്നാലേ നമുക്ക്
എഫേർട്ട്ലെസ് ആയിരിക്കണം. അപ്പോൾ ഒരൊറ്റ ബെഞ്ച് മാർക്ക് എടുത്താൽ മതി. എന്താണ് കറക്റ്റ് പാത്ത്? എഫേർട്ട്ലെസ് പാത്ത്. ഏതാണോ നമുക്ക് വളരെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാത ഏതാണോ അതാണ് കറക്റ്റ് പാത്ത്. അതേപോലെ തന്നെ എങ്ങനെ അറിയാം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? പുറത്തെ ലോകം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. പുറത്തെ ലോകം എന്തൊക്കെ പുറത്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ അതിനെ പറ്റിയിട്ട് വലിയൊരു ചേഞ്ച് വരില്ല. അത് പക്ഷെ നിസ്സംഗതയൊന്നുമല്ല. നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്നത്, അതിലെനിക്ക് വിശ്വാസമില്ല. നമുക്ക് ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിച്ചിരിക്കണം, അതല്ലെങ്കിൽ കാര്യമില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അധർമ്മം ചെയ്യുന്ന വ്യക്തി, അധർമ്മം ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തി, അധർമ്മം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തി, ഇവരൊക്കെ അധർമ്മികളാണെന്നാണ് പറഞ്ഞത് ശ്രീകൃഷ്ണൻ. ഓർമ്മയുണ്ടോ അത്? മഹാഭാരതത്തിൽ പറഞ്ഞത് അധർമ്മം ചെയ്യുന്ന വ്യക്തി, അധർമ്മം ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തി, അധർമ്മം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തി, ഇവരും എല്ലാവരും അധർമ്മികളാണ്. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. കാരണം നമ്മൾക്ക് വെറുതെ മിണ്ടാണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ അതേസമയം നമ്മൾ സംസാരിക്കേണ്ടാത്ത സ്ഥലത്ത് സംസാരിക്കരുത്. അതായത് പറയേണ്ട സ്ഥലത്തെ പറയണ്ടു, പറയേണ്ട കാര്യം പറയണ്ടു. അതേപോലെ നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യുവരുത്. എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്തായി? ഓണർഷിപ്പ് വന്നു. ഞാനിത് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓണർഷിപ്പ് വന്നു. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പം നമുക്ക് എത്രയും കൂടുതൽ പുറത്തെ ലോകം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതേ സമയത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സ്പൈനിൽ കണക്ട് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസാണ്. അതായത് ആദ്യത്തെ സമയത്ത് ഇത് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും എന്നെ അഫക്റ്റ് ചെയ്തിരുന്നു. നായ കുരയ്ക്കുന്നതും പൂച്ച കരയുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വേറൊരു സ്ഥലത്തുള്ള പോലെയായി. അതായത് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിലല്ല, കുറച്ച് അപ്പുറത്താണ്. കുറേയൂടെ കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ഈ ലോകത്തേ അല്ല, ഞാനൊരു ബബിളിൻ്റെ അകത്താണ്. ഈ ലോകത്ത് ഒരു സൗണ്ടും ഇല്ല, പുറത്താണ് എല്ലാ സൗണ്ടും. ആ സൗണ്ട് എന്നെ തൊടുവില്ല, എൻ്റെ മേത്തേക്ക് എത്തില്ല, അത് ചെവിയിലേക്ക് എത്തില്ല. ആ ലെവലിലുള്ള ക്ലാരിറ്റി വന്നു. അത് ഓരോ സ്റ്റേജിൽ നമുക്ക് അറിയാൻ സാധിക്കും. അത് അവസാനത്തെ ലെവൽ ഓഫ് ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ മോഹൻജി എന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിതം മുഴുവൻ ഒരു പേര്, ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു രൂപം ഒരുപാട് പരിപോഷിപ്പിക്കുന്നുണ്ട്. അത് വിട്ടു പോകാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അരഞ്ഞു തിരിയുന്ന ആത്മാക്കൾ എന്നൊക്കെ പറയില്ലേ? അപ്പം മൃത്യൊന്നുമല്ല ഞാൻ പറയണേ, മരണം കഴിഞ്ഞിട്ടും പോവാത്തവർ. അതെന്താ കാരണം വെച്ചാൽ ഈ അഡിക്ഷനാണ്. ഈ വ്യക്തിത്വം എന്നുള്ള അഡിക്ഷൻ വരുമ്പോഴാണ് ഇവിടുന്ന് മരണശേഷവും വിട്ടു പോകാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ ഒരു വിഷമവുമില്ല, മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ, ഇതൊരു താൽക്കാലികമായി എടുത്ത ശരീരം, അത് കഴിഞ്ഞ് നമ്മൾ വിട്ടുപോകും, അതിലൊരു പ്രശ്നമില്ല, ഒരു വിഷമവുമില്ല. എന്തായാലും ഇത് അറിയാൻ വിഷമമില്ല. നമ്മൾ പ്രോഗ്രസ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ വളരെ വളരെ ഈസിയാണ്. പക്ഷേ സിദ്ധികളിൽ ഉടക്കരുത്. സിദ്ധികളിൽ ഉടക്കി നിന്ന് വിചാരിക്കുക ഒരു ജീവിതമല്ല, പല ജീവിതങ്ങൾ അത് ചിലപ്പോൾ അതേ ലൈനിൽ പോകും. അങ്ങനെ പല ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇനിയും ജന്മങ്ങൾ നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി പോകും. എന്നിട്ടോ ഒരു ഈഗോയും കൂടെ ഡെവലപ്പ് ചെയ്യും. അത് ഏറ്റവും വേഴ്സ്റ്റാണ്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങളുടെ പോലെയല്ല, ഞാൻ കുറച്ചുകൂടെ മഹാനാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ അധോഗതിയാണ്, താഴത്തേക്കേ പോവുള്ളൂ. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. 10 പേര് നമ്മളെ ആദരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ നമ്മൾ തരക്കേടില്ല, നമ്മൾ ഭയങ്കര ഒരു വലിയ മനുഷ്യനാണ്. അതൊക്കെ ട്രാപ്പാണ്, എല്ലാം അപകടങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരും അവർ നമ്മളെ തേജസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കാഴ്ചശക്തി ഉള്ളതുകൊണ്ടാണ്. കാഴ്ചശക്തി ഉള്ളവർ അവർക്ക് കാണാൻ പറ്റും, കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. എല്ലാവർക്കും നമ്മളെ കാണാൻ പറ്റില്ല. അത് ശ്രീകൃഷ്ണൻ്റെ കഥ ഓർമ്മയില്ലേ? അതായത് ശ്രീകൃഷ്ണൻ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട്, സാധാരണ അദ്ദേഹം പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇത് ഇത്തവണ കുറേ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അധികം ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ സാരഥി വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്രയധികം ഡ്രസ്സ് ചെയ്യണത്? ഞാൻ വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയെ കാണാൻ പോവാണ്. അപ്പോൾ ഈ പ്രാധാന്യമുള്ള വ്യക്തി അങ്ങടല്ലേ വരേണ്ടത്? അങ്ങ് ഒരു രാജാവല്ലേ, അങ്ങേ കാണാനല്ലേ വരേണ്ടത്? എന്തിനാ അങ്ങോട്ട് പോണേ? അല്ല, അത് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോയേ പറ്റൂ, കാരണം വെച്ചാൽ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ എന്തിനാണ് ഇത്രയധികം വേഷം കെട്ടുന്നതെന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് എൻ്റെ വേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഞാൻ ആരാന്ന് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേഷം കെട്ടുന്നതെന്ന്. അപ്പോൾ ഇതുതന്നെയാണ് കാര്യം. അതായത് എന്ത് വേഷം കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും ഓരോ ആൾക്കാർക്ക് കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. സായിബാബ വിഭൂതിയൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന പോലെ അദ്ദേഹം അത് മാജിക് ഷോന് വേണ്ടിയല്ല ചെയ്തിരുന്നത്, ഒരു വെയ്ക്കിംഗ് അപ്പാണത്. ഓരോ മെറ്റീരിയലൈസേഷനും ഒരു വെയ്ക്കിംഗ് അപ്പായിരുന്നു. അതേപോലെ നമ്മൾ എന്താണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം, നമുക്ക് എന്ത് കംഫർട്ടബിൾ ആവണോ അത് നമുക്ക് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അത് പക്ഷേ ഒരു ആളെ കാണിച്ചു കൊടുക്കാനാവരുത്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രസൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
ഇത് പക്ഷെ മനസ്സിലാക്കണം, അതായത് ചിലർക്ക് കാണാൻ കഴിവില്ല. ആ കാണാൻ കഴിവില്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഡ്രസ്സ് നോക്കിയിട്ട് കാണേണ്ടി വരും. അതല്ല, കാണാൻ കഴിവുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഡ്രസ്സ് എന്തായാലും വിരോധമില്ല. അതായത് ഡ്രസ്സുകളിലല്ല കാര്യം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിലാണ് കാര്യം. ആ വ്യക്തി ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലാണ് കാര്യം. കാരണം നമ്മുടെയൊക്കെ നെറ്റ് വെർത്ത് ഉണ്ടല്ലോ, ലോകത്തുള്ള വെർത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ എന്താണോ എന്നുള്ളതൊക്കെ ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ വലിയ മില്യണേഴ്സും ബില്യണേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് കൊള്ളാം കുറേ കാശുണ്ടായിട്ട്. പക്ഷേ പുറത്തെ ലോകത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ ആക്ച്വലി വേൾഡിനെ, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ്ലെസ് ആണ്, ഒരു കാര്യമില്ല അവരെ കൊണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളും. ഇപ്പോൾ ഈ കുംഭമേള വരികയാണല്ലോ, ജനുവരി 12, 13 തുടങ്ങും, 14 മകരസംക്രാന്തി, അത് 26 ഫെബ്രുവരിയാണ് ശിവരാത്രി. അപ്പോൾ മകരസംക്രാന്തി മുതൽ ശിവരാത്രി വഴിയാണ് ശരിക്കും സ്നാനങ്ങളുള്ളത്. അപ്പോൾ 12-ാം തീയതി 13-ാം തീയതി അവിടെ തുടങ്ങും കുംഭമേളയിൽ. ഇതന്നെ ആദിശങ്കരാചാര്യർ പറഞ്ഞ കാര്യമാണത്. അദ്ദേഹം ഈ തപസ് ചെയ്യുന്ന സന്യാസിമാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമി ഉപയോഗിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ ഭൂമിക്ക് എന്തെങ്കിലും റെൻറ്റ് കൊടുത്തേ പറ്റൂ, അതായത് എന്തെങ്കിലും പകർന്നു കൊടുത്തേ പറ്റൂ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, ഞങ്ങളെല്ലാം വിട്ടിട്ട് വന്നാണ് ഇവിടെ, ഞങ്ങൾ ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ലോകമൊക്കെ വിട്ട് വന്നാണല്ലോ, നമ്മുടെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ ആദിശങ്കരാചാര്യർ പറഞ്ഞു, ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയില്ല എന്ന്. ഒന്നുമില്ലാത്തൊരവസ്ഥ ഒരിക്കലുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഞങ്ങളുടെ അടുത്തുള്ളത്? അദ്ദേഹം പറഞ്ഞു, തപശക്തി ഉണ്ട്. അപ്പോൾ അത് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അർഹതപ്പെട്ടവർക്ക്. ആരാണ് അർഹതപ്പെട്ടവർ? ഉള്ളിലൊന്നുമില്ലാത്തവർ, എം ടി ആയിട്ടുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കാം. അപ്പോഴാണ് അവർ ചോദിച്ചത്, എവിടെ പോയിട്ട് കൊടുക്കും, എങ്ങനെ കൊടുക്കും? അപ്പോൾ പറഞ്ഞു, കുംഭമേളയ്ക്ക് പോകണം. അപ്പോൾ ഉള്ളിൽ ഒന്നുമില്ലാത്ത എം ടി ആയിട്ടുള്ള ആൾക്കാരും വരും, ഒരുപാട് ഉള്ളിലുള്ള ആൾക്കാരും വരും. അപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് പോരാം. അതാണ് കുംഭമേളയുടെ മെയിൻ പ്രസക്തി. എല്ലാ ആൾക്കാരും അവിടെ വരും, എല്ലാ ടൈപ്പ് ആൾക്കാരും വരും. ചിലപ്പോൾ നിറഞ്ഞ് കവിയുന്ന ആൾക്കാരും വരും, ചിലപ്പോൾ അത് അന്വേഷിച്ച് പോകുന്നവരും വരും. അപ്പോൾ എല്ലാവരും കൂടെ വരുന്ന 4 കോടി 5 കോടിയൊക്കെയാണ് ഇപ്പോൾ തവണ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കുംഭമേളയുടെ പ്രസക്തി അതാണ്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കൊണ്ടേ പോവുകയുള്ളൂ. അവിടെ സ്നാനം ഒരു സൈഡിലുണ്ട്, സ്നാനം വേറെ. അത് സ്നാനം കൂടാതെ ഇവർ ഇങ്ങോട്ട് തേടി വരും, നമ്മൾ അങ്ങോട്ട് തേടി പോവല്ല. നമുക്കറിയാൻ പറ്റില്ല നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് പഠിച്ചാലാണ് പരീക്ഷ പാസ്സാവുക എന്നറിയാൻ പറ്റില്ല. പക്ഷേ ടീച്ചർക്ക് അറിയാൻ പറ്റും എന്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് ടീച്ചർക്ക് അറിയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല, പക്ഷെ അവർക്ക് അറിയാൻ പറ്റും. അത് കറക്റ്റായിട്ട് വരികയും ചെയ്യും, കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരെ കാണാനും പറ്റും. അവർ നമ്മളെ തേടി വരും. ഇത് ഒരു സങ്കല്പമല്ല, ശരിക്കും സംഭവിക്കുന്നത് തന്നെയാണ്. എല്ലാ കുംഭമേളയിലും പോയവർക്ക് അറിയാതെ. ശരി, അപ്പോൾ ഇനി ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിച്ചോളൂ. ഈ നമ്മൾ കർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് കർമ്മഫലം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളോട് ഒരു വശത്ത് സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ വിൽ വേഴ്സസ് ഡെസ്റ്റിനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പറയാറുണ്ടല്ലോ, അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന്? അതായത് നമ്മൾ ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. അതായത് ഓരോന്ന് വന്ന് പോവാണ്. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു ദിവസം എടുക്കുമോ, ഉണർന്നിരിക്കുന്ന അവസ്ഥ, ആ സമയത്ത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്ന് തന്നെ കൂട്ടുക, എങ്കിലും അതേപോലെ സംഭവിക്കണമെന്നില്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ഇഫക്റ്റ് എല്ലാം മാറും, ഓരോ സമയത്തും മാറും. അപ്പോൾ ഇത് നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആ പോയിന്റിലുണ്ടോ, ആ പോയിന്റിലില്ലേ, അതാണ് മെയിൻ ഫ്രീ വില്ല്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം, അതായത് പ്രസൻറ്റ് സമയത്ത് ഇത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആണോ, മനസ്സ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. മനസ്സ് അവിടെ ഉണ്ടോ, മനസ്സ് അവിടെ ഇല്ലേ, ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഫ്രീ വില്ല്. സെക്കൻഡ് ലെവൽ ഓഫ് ഫ്രീ വില്ല് നമ്മുടെ മാനസികാവസ്ഥയാണ്. അതായത് ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യാം, സംഭവിക്കുന്ന ഒക്കെ നല്ലതിന്, ഒരു കുഴപ്പമില്ല, ആക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാം, ഇതല്ലായിരുന്നു സംഭവിക്കേണ്ടത്, എനിക്കിത് വേണ്ട. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പോവില്ല. അതൊരു ഒരു ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഡ്രാമയിലാണ് ജീവിക്കുന്നത് മുഴുവൻ സമയത്തും. അപ്പോൾ ഈ ഡ്രാമ നമുക്കൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഇമോഷനും ഇപ്പം നമുക്ക് ഈ ലോകത്ത് കാണുന്ന ബഹളങ്ങളൊക്കെ ഈ ഡ്രാമ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു അഡിക്ഷനായി മാറിയിരിക്കണം. പക്ഷേ നമുക്കത് ചെയ്യാം, ഇത് ആക്സെപ്റ്റ്, ഓക്കെ, ഇതാ സംഭവിക്കുന്നത്,
എന്നിട്ട് എന്ത് ചെയ്യാം? റൈറ്റ് ആക്ഷൻ ചെയ്യാം. റൈറ്റ് ആക്ഷൻ എന്താണ്? നിങ്ങളുടെ ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക്, കോൺഷ്യൻസ്, മനസ്സാക്ഷിക്ക് കേടുവരാത്തത്, അതാണ് കറക്റ്റ് ആക്ഷൻ. കറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കേടില്ല, ബുദ്ധിക്ക് ഒരു പ്രശ്നമില്ല, മനസ്സിന് ഒരു പ്രശ്നവുമില്ല, മനസ്സാക്ഷിക്ക് ഒരു പ്രശ്നമില്ല. അത് കറക്റ്റ് ആക്ഷനാണ്. റോങ് ആക്ഷൻ എന്താണ്? ഇതിന് നാലിൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ മതി. അതായത് ഒന്നുകിൽ മനസ്സാക്ഷിക്ക് പ്രശ്നം വരിക, മനസ്സാക്ഷിക്ക് ഉതകാത്തത് ചെയ്യുക, ശരീരത്തിന് ഉതകാത്ത കാര്യങ്ങൾ, മനസ്സിന് ഉതകാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിക്ക് ചേരാത്തത്, ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നല്ല. അത് നമ്മുടെ വേറൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു മോശം സിറ്റുവേഷനിലേക്ക് എത്തിക്കും. അപ്പോൾ റൈറ്റ് ആക്ഷൻ ഇതാണ്. അത് നമുക്ക് കൺട്രോൾ ഉണ്ട്. കാരണം ഓരോ സമയത്തും നമുക്കത് ചെയ്യാലോ. ഈ 4 പേരോട് ചോദിക്കാലോ, ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എൻ്റെ ശരീരത്തിന് ആക്സെപ്റ്റബിൾ ആണോ, മനസ്സിന് ആക്സെപ്റ്റബിൾ ആണോ, ബുദ്ധിക്ക് ആക്സെപ്റ്റബിൾ ആണോ, മനസ്സാക്ഷിക്ക്, 4 പേരോടും ചോദിക്കാം. ചെറിയ കാര്യമുള്ളൂ. അത് ചോദിക്കുന്നതോടുകൂടെ നമ്മൾ കുറച്ചൊരു ബാക്കിലേക്ക് മാറും, ഒരു വിറ്റ്നസ് ആവും, ഒരു സാക്ഷിഭാവം വരും. തന്നെത്താൻ ഒരു സാക്ഷിഭാവം, ഒരു പ്രവർത്തനത്തിൽ നമുക്കൊരു സാക്ഷിഭാവം വരും. ഈ സാക്ഷിഭാവം വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് ലെസർ ഓണർഷിപ്പ്. ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്നിലൂടെ സംഭവിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ പറയുന്നതിൽ ഒട്ടുമുക്കാലും എന്നിലൂടെ സംഭവിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എന്നുള്ള ലെവലിൽ പറഞ്ഞത് മുഴുവൻ പരബ്രഹ്മം എന്നുള്ള ലെവലില്ല അദ്ദേഹം പറഞ്ഞത്. ശ്രീകൃഷ്ണൻ എന്നുള്ള ലെവലിലല്ല പറഞ്ഞത്. എന്നുവെച്ചാൽ ശരീരമുള്ളൊരു വ്യക്തി എന്നുള്ള ലെവലിലല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വ്യക്തി എന്നുള്ള ലെവലിലാണ് അദ്ദേഹം ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചത്. അപ്പോൾ അതിൽ സംഭവിക്കുന്നു എന്നുള്ളതിനാണ് കൂടുതൽ അദ്ദേഹം സ്ട്രെസ് കൊടുത്തതും. അങ്ങനെ തന്നെയാണല്ലോ ജീവിതത്തിൽ. ജനനം മുതൽ മരണം വരെ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് നമുക്ക് കൺട്രോളിലല്ല എന്ന് മാത്രമല്ല, നമുക്കത് പിന്നെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. പക്ഷേ റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റുമാണ്. ഇതെനിക്കിഷ്ടമില്ല, അത് അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് പിന്നേക്ക് വെക്കുക. നമ്മൾ അത് പിന്നീടൊരു സമയത്ത് നമുക്കത് അനുഭവിക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ജീവിതത്തിലുള്ള ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഓരോ സിറ്റുവേഷനും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട്, ഓക്കെ ഇത് വന്നു ഇത് പോയി, അതൊന്നും നിൽക്കണില്ലല്ലോ. ഒരു കാര്യം, ഒരു വികാരവും ഒരു വിചാരവും അവിടെ നിൽക്കുന്നില്ല, വന്നു പോയിക്കൊണ്ടിരിക്കണം. ഒരു സംഭവവും അവിടെ നിൽക്കുന്നില്ല, വന്നു പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളത്. അത് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിയർ ആയോ അത്? പ്രണാമം മോഹൻജി. നമസ്കാരം. പ്രണാമം. ഗുരുവിൻ്റെ ആവശ്യകതയെപ്പറ്റി മോഹൻജി ഇപ്പോൾ പറഞ്ഞത് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള നിലയിലാണ് കേട്ടത്. അത് ആക്ച്വലി നമ്മളുടെ എഫേർട്ട് 25% മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം അനദർ 25% ഗുരുവിൻ്റെ നിന്നും അനദർ 50% ഡിവൈൻ്റെ നിന്നും കിട്ടിയാലേ നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന്. കറക്റ്റ്. അത് ഞാൻ ആവശ്യമില്ല എന്നല്ല പറഞ്ഞത്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമുക്ക് ചില ഫണ്ടമെൻ്റൽസ് ഉണ്ട്, അതിൽ ആ അറിവുകളാണ് ബേസിക്. ഞാൻ ബേസിക്സ് എന്ന് പറഞ്ഞില്ലേ, ബേസിക് എന്നുള്ളത്. അതായത് എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് എന്തെന്നാണ്. ലൈഫ് എന്ന് പറയുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും കൂടെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സൂക്ഷ്മ സ്ഥൂലത്തിൽ നിന്ന് പോകുമ്പോൾ അതിന് നമ്മൾ മരണം എന്ന് പറയും. അത് ഒരു രണ്ടും ടെമ്പററി അഫെയറാണ്. ജീവിച്ചിരിക്കുന്ന അവസ്ഥയും മരിക്കുന്ന അവസ്ഥയും ടെമ്പററി അഫെയറാണ്. അതേപോലെ തന്നെ ഓരോ ദിവസവും ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നം കാണുന്ന അവസ്ഥയും സുഷുപ്തിയും ഒക്കെ വരുന്നുണ്ട് 24 മണിക്കൂറിനകത്ത്. ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബേസിക്കാണ്. ഈ അവയർനെസ് നമുക്ക് ഉണ്ടാക്കാം. ഗുരു പറഞ്ഞു തന്നാലും ഗുരു പറഞ്ഞു തന്നില്ലെങ്കിലും ഇത് നമുക്ക് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഗുരുവിൻ്റെ റോൾ എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന പാത ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ അതിന് മുമ്പ് നടന്നവർക്ക് പറ്റും. അതാണ് ഗുരു. അതായത് ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയല്ലേ. അത് വളരെ സിമ്പിളാണ്. അതായത് എന്തെന്നൊക്കെ നമ്മൾക്ക് എക്സ്പാൻഷൻ തരുന്നു അത് ശരിയാണ്. അതായത് നമുക്ക് വ്യാപ്തി കൂട്ടുന്നു ഉള്ളിൽ. അതായത് നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആവുക എന്നുള്ളതാണ്. അതായത് അലഞ്ഞു തിരിക്കുന്ന മനസ്സിനെ ഉള്ളിലേക്ക് കൊടുന്ന് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ആത്മാവ്, പ്രാണൻ, ശക്തി ഒന്നിച്ച് നിൽക്കുക എന്നുള്ള അവസ്ഥയാണ്. അത് എത്രയും കൂടുതൽ സമയം അങ്ങനെ നിർത്താൻ പറ്റിയോ അപ്പോഴാണ് നമ്മൾ ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ പലപ്പോഴും നമുക്ക് ഈ മനസ്സാണ് പുറത്ത് പോയിട്ട് എല്ലായിടത്തും പോണത്. അതിന് കാര്യമുണ്ട്. അതിന് കാരണം കർമ്മമാണ്.
നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അങ്ങനെ അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമുള്ളത്. അതായത് ഒരു ചെറിയ സാക്ഷിഭാവം, അതായത് ഇത് എന്നിലൂടെ സംഭവിക്കണു, അനുഭവിച്ചുകൊണ്ട് വിരോധമില്ല. അതിൽ ഓണർഷിപ്പ് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് അറ്റാച്ച്മെൻറ്റ്. അനുഭവിക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്താലും എന്തൊക്കെ ലൈഫിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് അനുഭവിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക്, ഇതിൽ ഈ ക്രിക്കറ്റിൽ പറയുമല്ലോ ബാക്ക് ഫുട്ട് പ്ലേ എന്ന്, ഒരു കാല് ബാക്കിൽ, അപ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടും പന്ത് കളിക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ലൈഫ് നടക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് ലെവൽ കുറയും. അറ്റാച്ച്മെൻറ്റ് ലെവൽ കുറയുമ്പോൾ ഓണർഷിപ്പ് കുറയും. ഓണർഷിപ്പ് കുറയുമ്പോൾ കർമ്മത്തിൻ്റെ ശക്തി കുറയും. അപ്പോൾ ഈ ലെവലിലേക്ക് അത് മാറും. ഇതാണ് ഒരു സ്റ്റേറ്റ്. അത് നമുക്ക് ആ ലൈനിൽ പോകുമ്പോൾ ഒരു ഗുരു പറയും, അത് താൻ ചെയ്യുന്നത് താൻ ഒരുപാട് ഒരു സ്ഥലത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് മനസ്സ് ഉടക്കി നിൽക്കുന്നത് ചില സ്ഥലങ്ങളുണ്ട്, ചില സന്ദർഭങ്ങൾ. അതെവിടെയാണ് കൂടുതൽ വരിക എന്നറിയാമോ? നമ്മൾ എന്ത് സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് അടിച്ചമർത്തണോ, നമ്മുടെ എന്ത് വികാരങ്ങളും വിചാരങ്ങളും അടിച്ചമർത്തിയാൽ അവിടെ നമ്മുടെ മനസ്സ് കൂടുതൽ നിൽക്കും. അത് ഒരു പഴയ കഥയുണ്ടല്ലോ, മറ്റേ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോ, ഒരു കറുത്ത കുരങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിക്കരുതെന്ന്. ഇതേപോലെ തന്നെയാണ് കാര്യം. അയാളുടെ ആകെയുള്ള ചിന്ത കറുത്ത കുരങ്ങിന് മാത്രമായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ സമാധികളുടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹം, അതിൻ്റെ പൂർത്തീകരണം, മനസ്സ് ശാന്തം. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്. പിന്നെ ഒരു ആഗ്രഹം, അതിൻ്റെ പൂർത്തീകരണത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് വരിക. അപ്പം മനസ്സ് കൂടുതൽ നേരം ശാന്തം അല്ലേ, രണ്ടാമത്തെ. മൂന്നാമത്തെ ആഗ്രഹം പൂർത്തീകരിക്കാത്തതുകൊണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവണം. അപ്പം മനസ്സ് ഇനിയും ശാന്തം, മൂന്നാമത്തെ. നാലാമത്തെ, ഈ ആഗ്രഹ പൂർത്തീകരണം ഇല്ലാത്ത സ്ഥിതിക്ക് മനസ്സ് തന്നെ ചെറുതാവണു, മനസ്സ് ഷ്രിങ്ക് ചെയ്യണു, മിനിമമാവണു. ആ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ, ഇൻസ്റ്റിങ്ക്റ്റ് കാര്യങ്ങൾ, അതായത് വിശപ്പ്, ദാഹം, ഉറക്കം മുതലായ കാര്യങ്ങൾ പ്രവർത്തിക്കുക. പക്ഷെ പുറത്തുള്ള ലോകമായിട്ട് കണക്ഷൻ ഇല്ലാണ്ടായി. കാരണം അവിടെ നിന്നൊന്നും വേണ്ട. ആ മനസ്സ് അങ്ങനെയല്ല ഓപ്പറേറ്റ് ചെയ്യണം. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞായിരിക്കും, നാലാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള മനസ്സ് ശൃംഖായല്ലോ. മനസ്സും ബുദ്ധി, അഹങ്കാരം. ഞാൻ ഈ മനസ്സെന്ന് പറയുന്നത് മനസ്സ് മാത്രമല്ല, വികാരങ്ങളുടെ ഫാക്ടറി അല്ല, ഇൻഫർമേഷൻ്റെ ഫാക്ടറിയാണ്. ബുദ്ധിയാണെങ്കിലും ശരി, അഹങ്കാരമാണെങ്കിലും ശരി, ചിത്തമാണെങ്കിലും ശരി, ഇതെല്ലാം കൂടി ചേർന്നൊരു കാര്യം ഞാൻ പറയണം. ഇതെല്ലാം ചെറുതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ പഴയ പോലെ ആഗ്രഹ പൂർത്തീകരണം എന്നുള്ള ലെവലിലേക്ക് പോവില്ല. കാരണം അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ആ ലെവൽ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വരുന്നത് ഈ സവികൽപ്പ സമാധി സ്റ്റേറ്റാണ്. അതായത് നമുക്ക് ജീവിച്ചിരിക്കുന്നതെന്നറിയാം, പ്രവർത്തിക്കും, പക്ഷേ ഒരു കാര്യത്തിലും അറ്റാച്ച്മെൻ്റ് ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിർവികൽപ്പ സമാധിയാണ്. ഈ നീം കരോറി ബാബയൊക്കെ പോലെ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് ചോദിച്ചു, ഞാൻ ഊണ് കഴിച്ചോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഊണ് കഴിച്ചിട്ടില്ല സ്വാമി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശക്കുണ്ട്, ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരാൾ ചോദിച്ചു, ഊണ് കഴിച്ചോ എന്ന്. അപ്പോൾ ഇദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു, ഞാൻ ഊണ് കഴിച്ചോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഊണ് കഴിച്ചിട്ടില്ല. അയാൾ വെറുതെ പരീക്ഷിക്കുകയായിരുന്നു. ഈ സ്വാമി 5 പ്രാവശ്യം ഊണ് കഴിച്ചു. അദ്ദേഹത്തിന് ശരീരമേ അറിയുന്നില്ല, ശരീരമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് ആ സമാധി ലെവലിലേക്ക് വരും. പിന്നെയുള്ളത് നിർബീജം മാത്രമേ ഉള്ളൂ, ആകെ ഒരൊറ്റ ലെവൽ. അതായത് ഈ സീഡ് ഓഫ് പോസിബിലിറ്റി ഓഫ് ബർത്ത് അതെന്നെ അങ്ങോട്ട് പോകും. ആ ലെവലിലാണ് ഈ സമാധികൾ പോണേ. അപ്പോൾ ഈ ലൈനിലേക്ക് ഗൈഡ് ചെയ്യാൻ ഗുരു വേണം. ഗുരു ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് ജീവിച്ചിരിക്കുന്ന ഗുരുവാണ് ഏറ്റവും നല്ലത്. കാരണം അയാൾ പറയും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ലെവലിലാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രസ് വരുമല്ലോ, കുറച്ച് ദൂരം പോകുമ്പോഴേക്കും സിദ്ധികൾ വരും. അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും വേണമെന്ന് വെച്ചാലും വരും. അത് കൺട്രോളിലല്ല. ആ സിദ്ധികൾ വരുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പോകും. ഭയങ്കരമായിട്ടൊരു ഫാസിനേഷൻ വരും. അപ്പോൾ മനസ്സ് പിന്നെയും സ്ട്രോങ് ആവും. ഈ മനസ്സ് സ്ട്രോങ് ആവുമ്പോൾ എന്തെന്നാ പ്രോബ്ലം? നമ്മളവിടെ സ്റ്റക്കാവും, അത് ട്രാപ്പാവും. പിന്നെ മറ്റുള്ളവർ അത് പരിപോഷിപ്പിക്കും. നിങ്ങൾ ഭയങ്കര ഗുരുവാണ്, നിങ്ങളുടെ കാരണം എനിക്ക് ഗുണം കിട്ടി. അപ്പോൾ നമുക്കൊരു നമ്മുടെ അഭിമാനവും അഹങ്കാരവും ഒക്കെ വരുമല്ലോ. അത് വരുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബാബാജി എന്നോട് പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് മാത്രം ചെയ്യാൻ. അപ്പോൾ അതിൽ കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതായി മാറും നമ്മൾ. അപ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവിടെ സ്റ്റക്കാവും. അതിനൊക്കെ ഗുരു വേണം, ഗുരുവിൻ്റെ സപ്പോർട്ട് വേണം. പിന്നെ ദൈവത്തിൻ്റെ സപ്പോർട്ട് എവിടെയാണ് വരുന്നത്? ഞാൻ ഈ 4th സ്റ്റേജ് പറഞ്ഞില്ലേ, 4th സ്റ്റേജ്. അതായത് നമ്മുടെ മനസ്സ് എന്നുവെച്ചാൽ മൈൻഡ് മാറ്റർ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം മിനിമൽ ലെവലിലേക്ക് പോയി. ആ മിനിമൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവമുള്ളൂ, നിങ്ങളില്ല. അതായത് കർമ്മമില്ല, കർമ്മത്തിന് ധർമ്മമായി. ധർമ്മം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, റൈറ്റിയസ് ഡ്യൂട്ടി. അതായത് സ്വധർമ്മം അല്ലെങ്കിൽ ധർമ്മം ആ ലെവലിലേക്ക് എത്തി. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 100%.
അതുവരെ ദൈവത്തിൻ്റെ നമ്മൾ നമ്മുടെ ലെവലിലേ കാണുന്നുള്ളൂ. ഒരു വ്യക്തി, ഓരോ വ്യക്തികൾ ദൈവത്തിനെ, അല്ലെങ്കിൽ ദൈവം വിടുമോ, ഒരു വ്യക്തി വേറൊരു വ്യക്തി എങ്ങനെയാണ് കാണുന്നത്? അവനോൻ എങ്ങനെയാണോ അതുപോലെയാ. നമ്മളെങ്ങനെയാണോ അതേപോലെ ആരും കാണുന്നില്ലല്ലോ, ജീവിതത്തിൽ ആരും കാണില്ല. അവരെങ്ങനെയാണോ അതേപോലെയാണ് വേറൊരാളെ കാണുള്ളൂ, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മളെങ്ങനെയാണെന്നുള്ളത് അറിയണമെങ്കിൽ ഈ മൈൻഡ് മാറ്റർ, അതായത് 4th സ്റ്റേജ് ഓഫ് സമാധിയിൽ എത്തുമ്പോഴേ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ഫ്രീഡം എന്താണെന്നുള്ളത്, അതായത് സ്വയം പ്രകാശിക്കുന്ന ഒരു ഭാവം എന്താണെന്നുള്ളത് അറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. അതിന് മുന്നേ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു ആഗ്രഹം പൂർത്തീകരണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് നമ്മൾ. അതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കില്ലേ, അത് നിൽക്കണില്ലല്ലോ. അപ്പം നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി പോവാണ്. എല്ലാം കൊള്ളാം, പക്ഷെ എനിക്ക് കാപ്പി രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ആലോചിക്കണം. നമ്മൾ എന്തൊക്കെ നമ്മൾ അടിച്ചമർത്തണോ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നോ ഡിനൈ ചെയ്യണോ അതൊക്കെ നിൽക്കും അവിടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രമാണ്. അതായത് ഒരു ചിന്തയും തെറ്റല്ല, മോശമല്ല. അതായത് ഇത് കാറ്റഗറൈസേ ചെയ്യാൻ പാടില്ല. ഇത് നല്ല ചിന്ത, ഇത് മോശം ചിന്ത, ഇത് വൃത്തികെട്ട ചിന്ത, ഒന്നും പറയരുത്. അതങ്ങനെ വരട്ടെ, വന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ അത് വിടുമ്പോൾ അത് പിന്നെ വരില്ല. പിന്നെ എന്തൊക്കെ നമ്മൾ ഇത് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വരും, അത് നിൽക്കും, അത് വലുതാവും. കാരണം അവിടെ നമ്മൾ എനർജി കൊടുക്കുന്നുണ്ടല്ലോ. എനർജി നമ്മൾ എവിടെ കൊടുക്കുന്നു, അത് ചെടിക്ക് വെള്ളം ഒഴിക്കണ പോലെയാണ്. അത് കൂടുതൽ വെള്ളം കിട്ടുമ്പോൾ അത് വളരെയധികം. നമുക്ക് പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിന്ത എനിക്കിപ്പോൾ, ഞാൻ വലിയൊരു സാധകനല്ലേ, ഞാൻ ശ്രീവിദ്യ ചെയ്യുന്ന ആളല്ലേ, ഒരു കാരണവശാലും എനിക്ക് ഈ ചിന്ത നന്നല്ല. ആര് പറഞ്ഞു? അത് ഉള്ളിൽ കിടക്കണോണ്ടല്ലേ വരണത്. അപ്പം നമ്മൾ ടോട്ടൽ ആക്സെപ്റ്റൻസ് വേണം. അതായത് പാർഷ്യൽ ആക്സെപ്റ്റൻസും കണ്ടീഷണൽ ആക്സെപ്റ്റൻസും അല്ല, ടോട്ടൽ ആക്സെപ്റ്റൻസ്. ഈ ടോട്ടൽ ആക്സെപ്റ്റൻസ് വരുമ്പോഴേ നമുക്ക് പ്രോഗ്രസ് ഉള്ളൂ. ആ സമയത്ത് ഗുരു വളരെയധികം സഹായിക്കും. കാരണം ഗുരുവിൻ്റെ പ്രസൻസിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചിന്തയെ വരില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഗുരു ഓൾറെഡി അലൈൻഡാണ്. അദ്ദേഹം ഒരു യൂണിറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗുരുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു ഈ സ്മോക്കേഴ്സ് റൂമൊക്കെ ഉണ്ട്, പുകവലിക്കുന്നവരുടെ, അതിനകത്ത് നമ്മൾ സ്മോക്ക് ചെയ്യേണ്ട, വെറുതെ കയറി പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ പുകവലിച്ച പോലെ ഇരിക്കും. ഇതേപോലെ തന്നെയാണ് ഗുരുവിൻ്റെ അടുത്ത് ആ ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് തന്നെത്താൻ അലൈൻമെൻറ്റ് വരും. ആ അലൈൻമെൻറ്റ് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്ത് കിട്ടുമില്ല, അത് കിട്ടില്ല. അതാണ് ഗുരുവിൻ്റെ പ്രസക്തി. ഗുരുവിൻ്റെ ഇപ്പം നമുക്ക് ഇവിടെ പല ഇതുമില്ലേ, അവധൂതരില്ലേ, അവധൂതർക്ക് പുറത്തെ ലോകമില്ല, അകത്തെ ലോകമില്ല, ഒരു ലോകമില്ല, അല്ലേ? 100% പരിപൂർണ പരബ്രഹ്മമായിട്ട് നിൽക്കണവർ. എന്തുകൊണ്ട് അവർ ജീവിക്കണു? അവരൊന്നും പഠിപ്പിക്കുന്നില്ല ആരെയും. പക്ഷെ അവരുടെ പ്രസൻസ് കൊണ്ട് എന്തോരം കാര്യങ്ങൾ നടക്കുന്നു. ഒരുപാട് ഏരിയ തന്നെ സ്റ്റെബിലൈസ് ആവും. സമാധികളില്ലേ, വലിയ വലിയ സമാധികൾ. എന്താ സമാധികളുടെ പ്രസക്തി? എറ്റേണൽ പ്രാണപ്രതിഷ്ഠയാണ്. അവിടെ നിന്ന് അതിങ്ങനെ സോഴ്സായിട്ട് വർത്തിക്കുകയാണ്. ഒരു ബോഡി ഒരു സ്വാമി അവിടെ വിട്ടിട്ടുണ്ട്. അത് ഈ നിർബീജ സമാധി ലെവലിൽ ശരീരം വിട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്രവർത്തിക്കും കണ്ടിന്യൂസ് ആയിട്ട്. എത്രയോ ആൾക്കാരെ അട്രാക്ട് ചെയ്യും അവിടെ. ഇപ്പം നോക്കിക്കോളൂ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സമാധി ഉണ്ടാവും. അത് പ്രാണപ്രതിഷ്ഠ നമുക്ക് രണ്ടാമത്. ഇപ്പം സ്വയംഭൂ എന്നൊക്കെ പറയുന്ന പോലെ, അത് സ്വയംഭൂ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രാണപ്രതിഷ്ഠ വേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഈ വ്യക്തി ഒരു അറ്റൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് ബോഡി വിടുമ്പോൾ അത് ഡിസോൾവിങ്ങേ ഉള്ളൂ, അല്ലാണ്ട് ബോഡി വിടുന്നതല്ല. അതിന് കാരണമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിപ്പോൾ സ്റ്റേജസ് ഞാൻ പറഞ്ഞില്ലേ സമാധിയുടെ, അതിൽ ഒരു സമയത്ത് നമ്മൾ ഈ ലെവലിൽ ഒരു വ്യാപ്തി വന്നല്ലോ. അതായത് നമ്മൾ ആദ്യം ഇപ്പോൾ ഈ 4th ലെവലിൽ നമ്മളൊരു യൂണിറ്റായി, എല്ലാം നമ്മുടെ ഉള്ളിലായി, മനസ്സൊന്നും പുറത്തില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, തന്നെത്താൻ എക്സ്പാൻഡ് ചെയ്യും. എല്ലാവരിലും നമ്മളെ കാണും. പുറത്ത് വേറെ ആരും ഇല്ല, ഒരാളും ഇല്ല, എല്ലാം നമ്മളാണ്. കാരണം ആക്ച്വലി നമ്മളൊക്കെ ബന്ധുക്കളല്ലേ, വേറെ വേറെ ശരീരങ്ങളിൽ വന്ന ഒരേ ആത്മാവല്ലേ. അത് നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമുക്കല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മരങ്ങളെല്ലാം അതേപോലെ തന്നെ. അപ്പോൾ ഈ ലെവലിൽ വരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് മരണമില്ല. അങ്ങനെ ഒരു ശരീരം അവിടെ നിർത്തി കഴിഞ്ഞാൽ തന്നെ ഈ എക്സ്പാൻഷന് മാറ്റില്ല. കാരണം ഓൾറെഡി എക്സ്പാൻഡഡ് ആയി, എല്ലാം ഒന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വിടുക ബോഡി വിചാരിച്ചോളൂ. ഈ ബോഡി എവിടെ വെച്ചിട്ടുണ്ടോ അത് വലിയൊരു ടൂറിസ്റ്റ് ഒരു അട്രാക്ഷനായി മാറും. ഒരുപാട് പേര് വരും അവിടെ. കാരണം ആ സ്ഥലം, ആ വ്യക്തി, ആ സ്ഥലം, അത് ഷിർദി ബാബ അങ്ങനെയല്ലേ, അവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആകെ കുറുക്കനും പാമ്പൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയത്ത്
അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറിയില്ലേ, വലിയൊരു സിറ്റിയായി മാറിയില്ലേ, എയർപോർട്ടും എല്ലാം ആയിട്ട്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ആ വ്യക്തി ഒരിക്കലും പോവില്ല. അതിപ്പോൾ ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ശബരിമല തന്നെ അയ്യപ്പസ്വാമി അവിടെ ഉണ്ടല്ലോ, അതേ എവിടെ പോയിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. എത്രയോ കൊല്ലങ്ങളായിട്ടാണെങ്കിലും അദ്ദേഹം എത്ര ആൾക്കാരെ അവിടെ വരുത്തുന്നില്ലേ. ആൾക്കാർ വെറുതെ വരില്ലല്ലോ, അനുഭവം ഉള്ളതുകൊണ്ടല്ലേ വരണേ. അതിൻ്റെ കാരണം അവിടെ അത് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം ആ വ്യക്തി ഓൾറെഡി ഒരു പവർ ഹൗസായിട്ടാണ് ഇരിക്കണത്. അതിനകത്ത് വലിയൊരു ട്രാൻസ്ഫോമറായിട്ടാണ് ഇരിക്കണത്. അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആൾക്കാരെ. അത് അനുഭവങ്ങളും ഉണ്ടാവും. നമുക്ക് ഈ ഗുരുവിൻ്റെ അടുത്തിരിക്കുന്ന അനുഭവം പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെയാണ് ഒരു വ്യക്തി ശബരിമല പോകുമ്പോഴും അവിടെ പോയി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി. അത് നമുക്ക് ചിലപ്പോൾ ഈ അലൈൻമെൻ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോ വ്യക്തികൾക്കും എന്ത് കിട്ടണു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉറപ്പാണ്. അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അവർ കിട്ടും. പിന്നെ പലരും ആഗ്രഹ പൂർത്തീകരണത്തിന് പോകണു. അതിന് കർമ്മത്തിൻ്റെ ബന്ധനങ്ങളും കൂടിയുണ്ട്, ബൗണ്ടറി ഉണ്ട്. അതായത് കർമ്മത്തിനനുസൃതമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു $1 മില്യൺ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യപ്പസ്വാമിയോട് പോയി പ്രാർത്ഥിക്കണം, $1 മില്യൺ കിട്ടണമെന്നില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് അത് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതും കൂടെ കാര്യമുണ്ട്. കർമ്മം എലിജിബിലിറ്റിയുടെ മുകളിലാണ്. ഡെസ്റ്റിനി എലിജിബിലിറ്റി, അത് കിട്ടാനുള്ള അർഹത ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. അത് അയ്യപ്പസ്വാമിയുടെ ശക്തി കുറവുകൊണ്ടല്ല, അത് ആ വ്യക്തിക്ക് അർഹതയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? താങ്ക് യു. എനിക്കോ? ഹലോ നമസ്കാരം. ആ, ഈ 1000 പൂർണ്ണചന്ദ്രനാണെങ്കിൽ എത്ര വയസ്സാവണം? 1000 പൂർണ്ണചന്ദ്രനെ കാണണമെങ്കിലോ? ആ, എത്ര? 80 വയസ്സല്ലേ? എത്ര വയസ്സ്? 84 വയസ്സല്ലേ? 84. ആ, അതിൻ്റെ ഗുണങ്ങളെ പറ്റൊന്ന് പറയാം സ്വാമി. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് സ്വാമി ഒന്ന് പറഞ്ഞു. എന്തെന്ന്? അതിൻ്റെ ഗുണദോഷങ്ങളെ. ഗുണദോഷങ്ങളോ? ആ, അതിലൊരു ഗുണമില്ല, ദോഷമില്ല. എന്ത് ദോഷം ഗുണം? അതിപ്പോൾ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ലോകത്ത് ചെയ്തു എന്നനുസരിച്ചിരിക്കും. നമ്മൾ പുറത്ത് എന്തൊക്കെ കാണുന്നു എന്നുള്ളതിന് ഒരു കാര്യമില്ല. അത് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് നല്ലത് കാണാം, മോശം കാണാം, പിന്നെ ചന്ദ്രനെ കാണാം, സൂര്യനെ കാണാം, എന്ത് വേണേൽ കാണാം. പക്ഷെ നമ്മൾ എങ്ങനെ ജീവിച്ചു ലോകത്ത്, നമ്മൾ എന്ത് ലോകത്തിന് കൊടുത്തു, അതിലാണ് കാര്യം. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ പൂർണ്ണചന്ദ്രനെ കണ്ടാലും കണ്ടില്ലെങ്കിലും. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ലെങ്ത് അല്ല കാര്യം, ഇഫക്റ്റീവ്നെസ്സാ കാര്യം. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല കാര്യം, എങ്ങനെ ജീവിച്ചു എന്നുള്ളതും ആ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ലോകത്തിന് കൊടുത്തു എന്നുള്ളതുമാണ് കാര്യം. ഇപ്പോൾ ലോകത്തിന് കൊടുത്തില്ല എന്ന് തന്നെ കൂട്ടുക, നമ്മൾ ആ ലെവലിൽ അറ്റൈൻ ചെയ്തു വെച്ചാൽ അത് തന്നെ നല്ല കാര്യം. പ്രണാമം മോഹൻജി. നമസ്കാരം. എനിക്ക് അറിയാനുള്ളത് ഈ ദുർദേവത ഉപാസനയെ കുറിച്ചാണ്. ഒരു സെക്കൻഡ്, ആരാ സംസാരിക്കുന്നത്? രണ്ടുപേരുണ്ടോ? എവിടെ? ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ആൻസർ ചെയ്യട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. മോഹൻജി, എനിക്ക് അറിയേണ്ടത് ദുർദേവത ഉപാസനയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ചാത്തൻ തന്നെയാണോ ശാസ്താവ് എന്ന് പറയുന്നത്? ഇത്തരം ഉപാസനകളുടെ ഗുണം എന്താണ്, ദോഷം എന്താണ്? ഈ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നന്നായിരുന്നു. നോക്കൂ, ഞാൻ ഇത് ആൻസർ ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല. കാരണം ഒരുപാട് ദേവതകൾ, ഉപദേവതകൾ, 30 കോടി ദൈവങ്ങളുണ്ട്. ഓരോ ദൈവങ്ങൾക്കും ഒരു കാറ്റഗറി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് വരിക. നമ്മുടെ ഇപ്പം ഈ 30 മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പരബ്രഹ്മത്തിൻ്റെ 30 മുക്കോടി ഫ്രീക്വൻസീസാണ്. അതിൻ്റെ പോസിബിലിറ്റീസാണ്. അത് വലിയ മഹർഷി പിടിച്ചിട്ടുള്ളതാണ്. ഈ പരബ്രഹ്മത്തിന് എല്ലാ ഫ്രീക്വൻസിയും ഉണ്ട്, ഓൾ ഫ്രീക്വൻസീസ്. ഇപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസിയാണ്, ഓം എല്ലാ ഫ്രീക്വൻസിയാണ്, അതേപോലെ മഹാവിഷ്ണു എല്ലാ ഫ്രീക്വൻസിയാണ്. പക്ഷേ ബ്രഹ്മാവ് എന്ന് പറയുമ്പോഴേക്കും ക്രിയേഷൻ ഉണ്ടെങ്കിലേ ബ്രഹ്മാവിന് റോളുള്ളൂ, ക്രിയേഷൻ ഇല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഗണപതിയുടെ എടുത്തോളൂ. ഗണപതി പാർവതി കഥ പറയും ഞാൻ. പാർവതി ഗണപതിയെ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്? ബോഡി ഗാർഡായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡ്രാമ ഉണ്ടല്ലോ, ശിവൻ വന്നു, കഴുത്ത് വെട്ടി, എന്നിട്ട് എന്തിനാണ് ഒരു ആനയുടെ തല വെച്ചത് അവിടെ? അതിന് വളരെ പ്രസക്തിയുണ്ട്. പാർവതി ഉണ്ടാക്കിയത് ഒരു ബോഡി ഗാർഡിനെയാണ്, ശിവൻ ഉണ്ടാക്കിയത് ഒരു ഡയറ്റിയാണ്, ഒരു ദൈവത്തിനെയാണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് 2 ടൈപ്പ് ബുദ്ധിയാണ് നമ്മൾ സാധാരണ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈ അക്വയർഡ്
കാര്യങ്ങൾ, അതായത് നമ്മൾ ലോകത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ലോകത്തുനിന്ന് കിട്ടുന്ന പുസ്തകങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നും വിദ്യാഭ്യാസം, ടീച്ചേഴ്സ്, സൊസൈറ്റി, റിലീജിയൻ, ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ. 80% നമ്മൾ കൊണ്ടു നടക്കുന്ന എന്താണ്? പുറത്തുനിന്ന് കിട്ടിയ ജ്ഞാനമാണ്. 20% അല്ലെങ്കിൽ 15% നമ്മൾ എന്താണ് കൊണ്ടു നടക്കണേ? നമ്മൾ തന്നെ ഡിറൈവ് ചെയ്ത്, അതായത് ഈ കിട്ടിയ സാധനം നമ്മുടെ കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് ലോജിക്കൽ, അതായത് യുക്തിപരമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കുറച്ചേ ഉള്ളൂ, കൂടുതൽ നമ്മൾ ലോകത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ മേലെയാണ് ഋതം ഭരാബുദ്ധി, അതായത് കോസ്മിക് കോൺഷ്യസ്നസ്. ഈ ആനയുടെ തല എന്തുകൊണ്ടാണ് വെച്ചത്? ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ മാമലാണ് ആന, അതായത് ഏറ്റവും വലിയ ബ്രെയിൻ. ആ ബ്രെയിൻ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? അവെയർനെസ്സിനെ, അതായത് പരബ്രഹ്മത്തിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്, അതായത് ജ്ഞാനം, നോളജ്. അത് അവെയർനെസ്സാണ്. അത് നമുക്ക് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിക്ക് അതീതമാണ്. അത് പറയണമെങ്കിൽ ഈ ആനയുടെ തല വേണം. അതുകൊണ്ടാണ് ആനയുടെ തല. അതിപ്പോൾ നീലത്തിമിംഗലത്തിൻ്റെ തല വെച്ചിട്ട് കാര്യമില്ല, അത് കടലിലായതുകൊണ്ട്. പക്ഷേ മാമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ അറിയുന്ന ആനയാണ്. അതുകൊണ്ടാണ് ഗണപതിക്ക് പ്രസക്തി. നമ്മൾ എന്തുകൊണ്ട് ആദ്യം ഗണപതിക്ക് നമ്മൾ പൂജ ചെയ്യുന്നത്? കാരണം ഈ ഋതം വര ബുദ്ധി ഉണ്ടല്ലോ, നമ്മൾ പരബ്രഹ്മത്തിനെയാണ്, ആ ഗണപതി ഫോക്കസ് ചെയ്യുന്നത് പരബ്രഹ്മത്തിനെയാണ്. അതായത് അല്ലെങ്കിൽ പരബ്രഹ്മം എന്നുള്ള ജ്ഞാനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഗണപതി. അതിനെ സിഗ്നിഫൈ ചെയ്യാനാണ് ആനയുടെ തല. അത് ആ ഒരു ലെവലിൽ നമ്മൾ അത് വെച്ച് തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന പരബ്രഹ്മത്തിനെ കുറിച്ചാണ്. നമ്മൾ വിഘ്നേശ്വരൻ എന്നൊക്കെ പറയും, വിഘ്നങ്ങളെ കറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മ കറ്റലാണ്. കർമ്മത്തിൻ്റെ ആ ബന്ധനം അകറ്റി കഴിഞ്ഞാൽ വിഘ്നങ്ങളും പോയി. കർമ്മത്തിലാണല്ലോ വിഘ്നങ്ങൾ കിടക്കണേ. അപ്പോൾ ഗണപതിയുടെ പ്രസക്തി വളരെ വലുതാണ്. അപ്പോൾ ഇതിൽ ഈ 30 മുക്കോടി ദൈവങ്ങൾ 30 മുക്കോടി ഫ്രീക്വൻസീസാണ്. ആ ഓരോ ഫ്രീക്വൻസീസിനും ഒരു രൂപമുണ്ട്. അതിന് ഒരു ഫ്രീക്വൻസി എങ്ങനെയാ പറയാം? മന്ത്രത്തിൽ കൂടെ. മന്ത്രം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്? ഫ്രീക്വൻസിയുടെ. ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? വൈബ്രേഷനിൽ കൂടെ. വൈബ്രേഷനാണ് മന്ത്രം, ബീജമന്ത്രമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു എനർജി സർക്യൂട്ട് ഉണ്ട്, ഒരു മൂവ്മെൻറ്റ് ഓഫ് എനർജി. അത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ നാഡി സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, നാഡികളുണ്ട്, നാഡീവ്യൂഹങ്ങൾ. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ ഈ എനർജിയൊക്കെ മൂവ് ചെയ്യുന്നതും എല്ലായിടത്തും എത്തുന്നതും. ഈ പ്രാണാപാന അങ്ങനെ 3-4 സ്ഥലത്തേക്കൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ആ സ്ട്രക്ചർ ആണ് നമ്മുടെ യന്ത്രങ്ങൾ. അതിൻ്റെ ആ സർക്യൂട്ട് അതാണ്. ആ യന്ത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ എവിടേക്ക് എത്തിക്കണം എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ഇതിനെല്ലാത്തിനും ഒരു രൂപം, അതിനൊരു മന്ത്രം, ഒരു സർക്യൂട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തത് വലിയ വലിയ ഗ്രേറ്റ് മാസ്റ്റേഴ്സാണ്. അവർ ഇതൊക്കെ അറൈവ് ചെയ്ത് എവിടെയാണ്, എങ്ങനെയാണ്? ഈ ഋതംബര ബുദ്ധി വഴിയാണ്. അതായത് ഇത് നോളജ് നമുക്ക് ബുദ്ധി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ തേർഡ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ, ഋതംബര ബുദ്ധി, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഗണപതി നമ്മുടെ ഇതിൽ. കാരണം ശിവന് അവനവനെ ആരാന്നറിയണമെന്നില്ല, പക്ഷേ ഗണപതിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ശിവൻ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ക്വാളിഫൈഡ് അല്ല നിങ്ങളുടെ കറക്റ്റ് ആൻസറിൽ പറയാൻ. അതായത് അയ്യപ്പസ്വാമിയാണോ ചാത്തൻ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അങ്ങേക്ക് അത് താതാത്മ്യം വരുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റില്ല. നമുക്ക് ചേരുന്ന എന്താണോ അത് കറക്റ്റാണ്. നമുക്ക് ഏത് ദൈവത്തിനെ ഉപാസിക്കണമെന്ന് അത് ചേരണം. നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യരുത്. നമുക്ക് അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടും നമുക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടും മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ തേജസ് എല്ലായിടത്തേക്കും പകർന്നു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമുക്ക് സാക്ഷാത്കാരം കിട്ടി വിചാരിക്കുക, അത് ഈ സൊസൈറ്റിക്കൊക്കെ ഗുണം ചെയ്യും. നമുക്ക് മാത്രമല്ല അത്. കാരണം നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ എനർജി എല്ലാവർക്കും ഗുണം ചെയ്യും. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ആൾക്ക് സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഫാമിലീന് മുഴുവൻ ഗുണം ചെയ്യും. കഴിഞ്ഞ തലമുറയ്ക്കും ഗുണം ചെയ്യും, അടുത്ത തലമുറയ്ക്ക് ഗുണം ചെയ്യും. എല്ലാം ഉണ്ട്. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഒരു സാധനയെക്കൂടെ ഒരു സിദ്ധി കിട്ടി വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മരണത്തോടെ അത് പോവുകയും ചെയ്യും. അത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. എന്തൊക്കെ നമുക്ക് ഇവിടെ നേടിയോ അത് ഇവിടെ ഇട്ടിട്ട് പോകണം. അപ്പോൾ അത് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്ലിയർ അല്ലേ? ക്ലാരിഫൈ ചെയ്തോ? ഞാൻ എവിടെ? പാലപ്പാട് ഞാൻ വന്നിരുന്നു. അതെ.
ഏ ആ ആ ആ അതിന് ഒരു വാക്ക് ആൻസർ ഓരോരുത്തർക്കും നമുക്ക് നമ്മുടെ സ്വഭാവ രീതികളുണ്ട്. പക്ഷേ അതിനേലും വലിയൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ ജയവിജയന്മാർക്ക് ശാപം കിട്ടിയിട്ടില്ലേ വിചാരിക്കുക, നമുക്ക് ഭൂമിയിൽ അവതാരങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായോ? അതിൽ മാത്രമല്ല, ഓരോ കാലത്തിനും ആ കാലത്തിൻ്റെ അനുസൃതമായിട്ടൊരു അവതാരം ഉണ്ടായിട്ടുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമനേ പറ്റുള്ളൂ. മനസ്സിലായോ? ശ്രീരാമൻ പക്ഷേ ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ, ശ്രീരാമൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ കൂടെ പോയി അല്ലേ? അതേ സമയത്ത് പിന്നെ ശ്രീകൃഷ്ണൻ വേറെ കംപ്ലീറ്റ് ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം. പക്ഷേ അത് ആ ജയവിജയന്മാർക്ക് പിന്നെ ശാപം കിട്ടിയോണ്ടല്ലേ ഇവർ വന്നത്. കാരണം ഒരു ഉദ്ദേശം, ഒരു റീസൺ ഉണ്ട് ഓരോന്നിനും. എന്ത് സംഭവിക്കുന്നതിനും ബാക്കിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം അറിയണമെന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതിന് കാര്യമുണ്ട്, കാരണമുണ്ട്. അത് ഒരു പോയിന്റ്. പിന്നെ ഈ ഇപ്പം നോക്കപ്പോൾ ഈ നമ്മുടെ ശ്രീരാമൻ്റെ അവതാരം എടുത്തു വിചാരിക്കുക. ഈ ശ്രീരാമൻ്റെ അവതാരത്തിൽ തന്നെ നമ്മൾ എല്ലാ വ്യക്തികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം മാത്രമല്ല, അവർക്കൊക്കെ നല്ല ലെവലിൽ. നമുക്കിപ്പോൾ ഹനുമാൻജി ഒരു പിന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവതാരമല്ല. എത്ര കൊല്ലത്തിന് ശേഷം ചിരഞ്ജീവിയാണ്. അതേപോലെ പിന്നെ ശ്രീകൃഷ്ണൻ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തു. അതായത് കലിയുഗം എങ്ങനെ ജീവിക്കണം എന്നുള്ള സെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹമാണ് നവദാത് സമ്പ്രദായം കൊണ്ടുവരാൻ പറഞ്ഞതും ദത്തത്രേയ മഹർഷിയോട്. നവദാത് എല്ലാം അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ എല്ലാവരും ഈ അവതാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് എല്ലാത്തിനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു പ്രസക്തി ഉണ്ട്. അതിന് നമുക്ക് അപ്പോൾ അതിന് ഒരു റീസൺ വേണം. അങ്ങനത്തെ ഓരോ ആൾക്കാരാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ നല്ല അമ്മാവൻ വരൂ, ചേറു ഇവിടെ വരൂ, ഇവിടെ ഇരിക്കാം. അമ്മയുടെ അനിയനാ. അപ്പോൾ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ എടുക്കുമോ, ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു ജീവിതം ഒന്ന് നന്നാവും അല്ലേ, വളരെ നന്നാവും. ചില ആൾക്കാർ വരുമ്പോഴോ നമ്മുടെ ജീവിതം ഉള്ളത് പോയി പോവും. അതൊക്കെ ഓരോ റീസൺ ഉണ്ട്. അവർ വന്നിട്ട് അവരുടെ കാര്യം ചെയ്തിട്ട് അവർ പോവും. അപ്പം നമുക്ക് ഇപ്പോൾ ശ്രീരാമൻ്റെ ലൈഫ് എടുത്താൽ തന്നെ നോക്കിക്കോളൂ. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല സമയത്തൊക്കെ അദ്ദേഹം കാട്ടിപ്പോയി അല്ലേ, കല്യാണം കഴിഞ്ഞ ഉടനെ കാട്ടിലേക്ക് പോയി. പിന്നെ ഹനുമാൻജി ശ്രീരാമനെ എപ്പോഴാണ് കണ്ടത്? അദ്ദേഹം കാട്ടിലുള്ള സമയത്താണ്. അതേപോലെ തന്നെ എന്തിനാണ് ഈ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയത്? രാവണൻ അതിന് മുന്നേ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ശിവനെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? എത്ര പേർക്ക് അത് സാധിക്കും? ഇത്രയും പവർഫുള്ളായിട്ട് തപസ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് അന്നത്തെ ലൈഫ് സ്പാൻ 10,000 കൊല്ലം. ഇപ്പം 100 കൊല്ലല്ലേ ഉള്ളൂ. അന്ന് 10,000 കൊല്ലം എന്നാണ് പറഞ്ഞത്. ഓരോ കൊല്ലത്തും ഓരോ തല വെട്ടിയിട്ട് ഹോമിച്ചു എന്ന് കഥയില്ലേ? അതായത് ഓരോ തലകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്കിൽസാണ്, ഓരോ സിദ്ധികളാണ്, ഓരോ പവറാണ്. അദ്ദേഹം വലിയൊരു നർത്തകനായിരുന്നു, വലിയൊരു രാജാവായിരുന്നു. അതെ. അപ്പോൾ ഇതെല്ലാം ആണ്. അപ്പം അതെ, അപ്പോൾ അതൊക്കെ ഹോമിച്ചിട്ടാണ് അദ്ദേഹം അവനവനെ ഇല്ലാണ്ടാക്കി കഴിയുമ്പോഴാണ് ശിവൻ പ്രത്യക്ഷപ്പെട്ടത്. ഈ ശിവൻ പ്രത്യക്ഷപ്പെട്ടൊരു വ്യക്തി ഒരാളുടെ ഭാര്യയെ കൊണ്ടുപോകും തോന്നുന്നുണ്ടോ? എന്തിനാ കൊണ്ടുപോയത്? പിന്നെ രാമൻ തന്നെ വന്ന് തൻ്റെ ആ ആയുധം കൊണ്ട് താൻ മരിക്കപ്പെടുകയാണെങ്കിൽ അതന്നെ മോക്ഷപ്പെടാൻ വേണ്ടി. കറക്റ്റ്. അദ്ദേഹത്തിന് തിരിച്ച് വൈകുണ്ഠത്തിൽ പോകണം. അതിന് ഏറ്റവും വലിയ പാസ്പോർട്ട് എന്താണ്? കറക്റ്റ്. ഒരു തെറ്റ് ചെയ്യുക അല്ല, തെറ്റ് ചെയ്യല്ല. രാമൻ വന്നിട്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ
മറ്റേ ഹോമം മറ്റേ യജ്ഞം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതായത് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ശ്രീരാമനോട് പറഞ്ഞു യജ്ഞം ചെയ്യണം. ആ യജ്ഞം ചെയ്യണമെങ്കിൽ ശിവനുമായിട്ട് അടുത്തിട്ടുള്ള ആരെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ശിവൻ വരില്ല. ശിവനെയാണല്ലോ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് ഇതിന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവണനാണ് അതിൻ്റെ പറ്റിയ യജ്ഞം. രാവണനെ യുദ്ധം ചെയ്യാനാണ് പോണേ, രാവണനെ കൊല്ലാനാണ് പോണത്. അപ്പോൾ രാവണനാണ്, അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു, മാത്രമല്ല രാജാവുമാണ്, മാത്രമല്ല ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാവണൻ ചെയ്യണം. അപ്പോൾ രാവണൻ്റെ അടുത്ത് പോയി പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഈ ഹോമം ചെയ്യണം, അത് രാമൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട്, അദ്ദേഹം യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവണനാണെങ്കിലോ രാജാവിന് നോ വരില്ല എന്ന് പറയാൻ പറ്റില്ല, രാവണന് നോ പറയാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. രാജാവിന് നോ പറയാൻ പറ്റില്ല, ബ്രാഹ്മണനും നോ പറയാൻ പറ്റില്ല, രണ്ട് പേർക്കും ഇല്ല പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായി, അദ്ദേഹം വന്നിട്ട് രാമനോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഹോമം ചെയ്യാൻ പറ്റില്ല, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യ അടുത്തിരിക്കണം, നിങ്ങളുടെ ഭാര്യ എൻ്റെ അടുത്തല്ലേ. അപ്പോൾ രാമൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇത് ചെയ്യാനുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ വൈഫിനെ ഇവിടെ കൊണ്ടുവരും, പക്ഷെ തിരിച്ചും കൊണ്ടുപോകും. അത് എഗ്രി ചെയ്തു. എന്നിട്ട് അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ശിവൻ പ്രത്യക്ഷപ്പെട്ടു, രാമനെ അനുഗ്രഹിച്ചു. അപ്പോൾ രാവണൻ പറഞ്ഞു ഈ ഹോമം സക്സസ്ഫുള്ളായി, നിങ്ങൾ ജയിക്കും. അത് തന്നെയാണ് രാവണനും ആവശ്യം. നിങ്ങൾ അപ്പോൾ കുംഭകർണനുണ്ട് കൂടെ, ജയനും അത് രണ്ടുപേർക്കും മോശം കിട്ടണമല്ലോ, അതിൻ്റെ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അത് ജയിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, രാമൻ ചോദിച്ചു നിങ്ങൾ ഈ ഹോമമൊക്കെ നന്നായി ചെയ്തു, യജ്ഞമൊക്കെ നന്നായി ചെയ്തു, അപ്പോൾ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാണ്ട് പാടില്ല, ദക്ഷിണ കൊടുക്കണമല്ലോ. അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്, നിങ്ങൾ കാട്ടിലിരിക്കുന്ന ആളല്ലേ, നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല തരാൻ. അപ്പോൾ അദ്ദേഹം പറയാം എനിക്ക് തരാൻ പറ്റുന്നൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, യു ഷുഡ് ബി വിത്ത് മീ വെൻ ഐ ഡൈ. ഒരു അവതാരം കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷമാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ എവിടെയാണ് മോശം കർമ്മം, മറ്റേ ഒന്നുമില്ല, അവിടെ എല്ലാം ഡിലീറ്റായി നേരെ. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഇത് പക്ഷേ കഥകളിലൊന്നും അങ്ങനെ പറയുന്നില്ല. അതായത് ഇത് നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അറിയാം. ഇതൊരു കംപ്ലീറ്റ് ഡ്രാമ തന്നെയായിരുന്നു. അതിൽ രാവണന് അവനവൻ്റെ റോളുണ്ട്, ആ വ്യക്തിത്വമുണ്ട്, റോളുമുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഫോക്കസ് ഉണ്ട്, മോക്ഷം എന്നുള്ള ഫോക്കസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ധർമ്മവും അർത്ഥവും കാമത്തിനും ഒരു പ്രശ്നവും വരില്ല. ധർമ്മത്തിൻ്റെ മുകളിലും മോക്ഷം വയ്ക്കുക, അർത്ഥത്തിൻ്റെ മുകളിലും മോക്ഷം വയ്ക്കുക, കാമത്തിൻ്റെ മുകളിലും മോക്ഷം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ബാലൻസ്ഡേ ആവുള്ളൂ, ബാലൻസ് ആയിട്ടേ ഇരിക്കുള്ളൂ. അതിനകത്ത് ഒരു പ്രശ്നവും വരില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ മോക്ഷം മാറ്റി വെച്ചിട്ട് അത് ഞാൻ പിന്നീട് ചെയ്യാം, റിട്ടയർ ചെയ്തിട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത്. നന്ദി സ്വാമിജി. താങ്ക് യു. വേറെ വാക്താവ് നിൽക്കുന്നുണ്ട്. താങ്ക് യു. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഒരു കോടി ജനങ്ങളിൽ അപൂർവം ചിലർക്കാണ്, സുഹൃജന്മങ്ങൾക്കൊക്കെയാണ് ഗുരുവായിട്ടും അതിലും ഉപരി ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലും ഇരിക്കാൻ സാധിക്കുക. സാധാരണക്കാരെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ, അറ്റാച്ച്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ ഞങ്ങളെപ്പോലെ സ്ത്രീകളെന്ന് പറയുമ്പോൾ കുടുംബമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുന്നു. അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്ത് കാര്യം ചെയ്താലാണ് ശ്രേഷ്ഠമായിട്ട് ഉണ്ടാവുക? നമ്മുടെ കുടുംബകാര്യങ്ങൾ ചെയ്യണമല്ലോ, അതോടൊപ്പം എങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ശ്രേഷ്ഠമായിട്ട് ഉള്ളത്? എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. സാധന ഏറ്റവും സിമ്പിൾ. ഡെയിലി ദിനചര്യകൾ സമർപ്പിച്ച് ചെയ്യും. എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കുക്ക് ചെയ്യുകയാണെങ്കിലും, സെർവ് ചെയ്യുകയാണെങ്കിലും, പാത്രം കഴുകുകയാണെങ്കിലും, അലക്കുകയാണെങ്കിലും, ചിന്തിക്കുകയാണെങ്കിലും എല്ലാം സമർപ്പണം. എല്ലാം അതിൽ ഒരു മന്ത്രം മതി, ഇന്ന പ്രെയർ, ഒരു പ്രെയർ പോലെ, അതായത് ഒരു പ്രാർത്ഥന പോലെ ജീവിക്കുക. അത് മാത്രമേ വേണ്ടൂ. പിന്നെ വേറൊരു കാര്യം, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമൊന്നുമില്ല അതിൽ. അതായത് മോക്ഷം എന്നുള്ളതിൽ അതിൽ സ്ത്രീയും പുരുഷനും ഒന്നുമില്ല, എല്ലാവരും ഒന്ന് തന്നെ. പലപ്പോഴും സ്ത്രീകൾക്ക് അതിന് കൂടുതൽ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓറിയൻറ്റേഷൻ ഉണ്ടല്ലോ, മദർഹുഡാണ്, മാതൃഭാവമാണ് സ്ത്രീകളുടെ ഓറിയൻറ്റേഷൻ, അവരുടെ പൊസിഷനിങ് അങ്ങനെയാണ്. ആണുങ്ങൾക്ക് അങ്ങനെയല്ല. പിതൃഭാവം എല്ലാവർക്കും ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ സ്ത്രീകൾ എല്ലാവർക്കും മാതൃഭാവം. ഇപ്പോൾ പശു എടുത്താലും പക്ഷി എടുത്താലും ആ മാതൃഭാവം ഉണ്ടാവും ഉറപ്പായിട്ടും, ഫീമെയിൽ ആണെങ്കിൽ.
അത് വളരെ നല്ലതാണ്. കാരണം നെർച്ചറിങ് ഭാവമാണത്. മാതൃഭാവം എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷനെ നെർച്ചർ ചെയ്ത് കൊണ്ടുവരികയാണ്, അല്ലേ? അത് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ കിട്ടുന്ന അനുഭവമാണ്. അതിപ്പോൾ സ്വന്തം കുട്ടികൾ വേണമെന്നില്ല, നമുക്ക് കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു നെർച്ചറിങ് ഭാവം ബൈ ബർത്ത് ഉണ്ട്. അതിലേക്ക് നമ്മൾ സമർപ്പണം കൂടി ആക്കി വിചാരിക്കുമോ. അതൊരു വ്യക്തിക്കൊന്നും സമർപ്പിക്കേണ്ട, ഗുരു അങ്ങനെയൊന്നുമില്ല. വെറും ആത്മാവിലേക്ക് സമർപ്പിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലുള്ള എനർജിക്ക് സമർപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു കാര്യമുണ്ട് അതിൽ, അവിടുന്ന് എന്തെനിക്ക് കിട്ടണമെന്ന് ചോദിക്കരുത്, മറ്റൊരു എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നോക്കരുത്. വേറൊരാൾ എന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അത് കാര്യമില്ല, എതിർക്കുന്നുണ്ടോ അതും കാര്യമില്ല. നമ്മൾ നമ്മുടെ സമർപ്പണത്തിൽ തന്നെ പോവുക. എല്ലാവരും നമ്മളെ എല്ലാം അംഗീകരിക്കണമെന്നൊന്നുമില്ല, ലൈഫ് അങ്ങനെയല്ല. പക്ഷെ അതേപോലെ തന്നെ എല്ലാവരും നമ്മളെ എതിർക്കൂല. അപ്പോൾ എതിർപ്പ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സാധന കൂട്ടുക. അപ്പോൾ ഇതിൽ ലിവിങ് ഇൻ എ പ്രെയർ എന്ന് പറയും, അതായത് ഒരു പ്രാർത്ഥന പോലെ ജീവിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ജീവിക്കുക. അത് ഏറ്റവും നല്ല സാധനം അതാണ്. അത് ശ്രീകൃഷ്ണനാണെങ്കിൽ ശ്രീകൃഷ്ണൻ, അമ്മയാണെങ്കിൽ അമ്മ, ആരാണ് നിങ്ങൾക്ക് ചേരുന്നത്, ഏത് സാധനയാണ് നമുക്ക് ചേരുന്നത് അത് പിടിച്ചാൽ മതി. ഏത് ഗുരുവാണ് നമുക്ക് ചേരുന്നത് അത് കറക്റ്റ് ഗുരുവാണ്. അതിൽ പിന്നെ ഉപനിഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് ഗുരുവാണോ നിങ്ങളുടെ അടുത്ത് വന്നത് അതാണ് നിങ്ങളുടെ ഗുരു എന്ന്. നമ്മൾ തേടി പോകുന്നതല്ല നമ്മുടെ ഗുരു. നമ്മുടെ അടുത്തേക്ക് ആര് വന്നു അത് ചിലപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ട് വരികയായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് ആര് വന്നുവോ, ഇപ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ ഒരു ടീച്ചർ വരുമല്ലോ, നമ്മൾ ആ ടീച്ചറെ പോയി വിളിച്ചുകൊണ്ടിരുന്നില്ലല്ലോ. അപ്പോൾ ആര് വന്നു നമ്മുടെ അടുത്തേക്ക് അതാണ് നമ്മുടെ കറക്റ്റ് ഗുരു. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. അത് മാത്രമല്ല, ആ ഗുരു നിങ്ങളുടെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കില്ല. അദ്ദേഹത്തിന് എന്താണോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് തരും, അത്രേ ഉള്ളൂ. ഇതിൽ ഒരു ട്രാൻസാക്ഷനും ഇല്ല. അതായത് ഒരു നമ്മൾ ഷോപ്പിൽ പോയി സാധനം മേടിക്കുന്ന, പൈസ കൊടുത്ത് മേടിക്കുന്ന പോലെയല്ല, ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ നോക്കുമോ, ഞാൻ ഇപ്പോൾ ഈ ഓരോ സ്റ്റേജസിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള വലിയ മഹർഷിമാർക്ക് ആർക്കും ഒരു കാര്യം നമ്മുടെ അടുത്ത് വേണ്ടായിരുന്നു. ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അത് എല്ലാം തന്നെത്താൻ അതിൻ്റെ റെയിലിൽ അങ്ങനെ പോകുന്നത്. ക്ലിയറായോ? സിമ്പിൾ സാധന, ഏറ്റവും വലിയ സാധന ജീവിതം ജീവിക്കലാണ്. ഏറ്റവും വലിയ ടീച്ചർ ജീവിതം തന്നെയാണ്. ജീവിതം പഠിപ്പിക്കുന്ന പോലത്തെ ഒരാളും ഒരു പാഠവും പഠിപ്പിക്കില്ല, അല്ലേ? ജീവിതം പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ മറക്കില്ല നമ്മൾ, അല്ലേ? ഒരു ഗുരുവിന് അത്രയും പഠിപ്പിക്കാൻ പറ്റില്ല, സ്കൂൾ ടീച്ചർക്ക് ഒന്നും പറ്റില്ല, അത് അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ. അപ്പം അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ അതാണ് നമ്മുടെ സക്സസ്. അതൊരു സമർപ്പണമായിട്ട് ചെയ്യാണ്, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച്. അപ്പം നമ്മൾ പരിശുദ്ധിയുടെ അങ്ങ് അറ്റത്തെത്തും. നമ്മൾ കർമ്മയോഗത്തിൻ്റെ ശക്തി എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിശുദ്ധിയല്ലേ. അപ്പോൾ കർമ്മയോഗം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്, നമ്മളിലൂടെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നന്ദി ഉള്ളിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ, വളരെ നന്ദി, ആ ലെവലിൽ. താങ്ക് യു. With Guruji's permission, one last question. യെസ്. കലിയുഗത്തിന്റെ അവസാനം പറയൂ. കലിയുഗത്തിന്റെ കലിയുഗം ഒന്ന് പറയൂ. കലിയുഗം എന്താന്ന്? കലിയുഗം ഒരു വാക്കിലും ബംഗ്ലാദേശുമായിട്ടൊന്ന് പറയൂ. ബംഗ്ലാദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കലിയുഗം എന്താണെന്നോ? കലിയുഗം ഒരു സിസ്റ്റമാറ്റിക് ഡീജനറസിയാണ്. അതായത് ഓരോ ജനറേഷനും ഓരോ ജനറേഷനും കൂടുതൽ അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യയുഗം എന്ന് പറഞ്ഞാൽ ഫുള്ളി കോൺഷ്യസ്, പൂർണ്ണമായിട്ടുള്ള അവയർനെസ്സിലുള്ളത്. കലിയുഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അൺകോൺഷ്യസ്, ബോധമില്ലാത്ത അവസ്ഥ. മറ്റേ പൂർണ്ണബോധം അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥ, അതിൻ്റെ ലെയേഴ്സിലേക്ക് പോവാണ്. 4 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് മഹാഭാരതത്തിൽ പറഞ്ഞ പ്രകാരമുള്ളത്. ഒരു ടൈപ്പ് ആൾക്കാർ അതീവ ബുദ്ധിമാന്മാരാണ്, അവർ പ്രവർത്തിക്കുന്ന ബുദ്ധി വെച്ചിട്ടാണ്. പക്ഷെ അവർ മനസ്സിൽ മുഴുവൻ നന്മയാണ്. അപ്പോൾ ഒരു ബുദ്ധിയുള്ള വ്യക്തി മനസ്സ് മുഴുവൻ നന്മയാണെങ്കിൽ അത് വളരെയധികം നന്മ ചെയ്യും ലോകത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്, ലോകത്തിന് വളരെ നന്മ ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാണ്, പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് 100% അവനവന് വേണ്ടിയാണ്. അതായത് സെൽഫിഷായിട്ടാണ്. ഞാൻ മാത്രം നന്നായാൽ മതി, വേറെ ആരും നന്നാവണ്ട. അങ്ങനത്തെ ആൾക്കാർ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യും, എന്നിട്ട് അവരെ ചിലപ്പോൾ അവർ യൂസ് ചെയ്യും, അതും ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ നമ്മുടെ ഈ
പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന അവർ അത് അപ്രോച്ച് ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടല്ല, വികാരപരമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്ത്. വികാരം മാത്രം വെച്ചിട്ട് അപ്രോച്ച് ചെയ്യണം, ജീവിതത്തിന് വികാരം വെച്ചിട്ട് അപ്രോച്ച് ചെയ്യണം. അവരെ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, വേറെ ആൾക്കാർ തിരിച്ചുവിടാൻ പറ്റും വികാരം വെച്ച് ജീവിക്കുന്നവരെ. അതിൽ നന്മ മാത്രം മനസ്സിലായിട്ട് വികാരജീവികളുണ്ട്. നന്മ ഉള്ളൂ മനസ്സിൽ. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുള്ളൂ. അവർ പക്ഷേ വികാരജീവികളാണ്. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വിഷമമൊക്കെ വരും, ചിലപ്പോൾ വിട്ടിട്ട് പോവും, ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. പിന്നെ നാലാമത്തെ ടൈപ്പ് ആൾക്കാർ, അവരുടെ മനസ്സ് മുരടിച്ച മനസ്സാണ്. അത് പ്രത്യേകിച്ച് ആൾക്കാരോട് സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല. ആൾക്കാരോടൊന്നല്ല, അവനോട് ഇങ്ങനെ കുടിക്കണം, തിന്നണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ അവരെ ഒരിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് മുകളിൽ പിടിച്ചു തൂങ്ങി നിൽക്കും, ചിന്തിക്കില്ല അവർ. കാരണം വികാരമാണ് അവരുടെ രീതി. അവർ എന്ത് പറഞ്ഞതൊക്കെ ചെയ്യും, അവരോട് എന്താ പറഞ്ഞത് ചെയ്യും, അവർക്ക് ചിന്തിക്കുന്നില്ല. ഈ 4 ടൈപ്പ് ആൾക്കാർ മഹാഭാരതത്തിൽ കാണാം. ആദ്യത്തെ ആള് ശ്രീകൃഷ്ണൻ നന്മ മാത്രമേ മനസ്സിലുള്ളൂ. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ വളരെ ബുദ്ധിമാനാണ്. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നന്മ വെച്ചിട്ടാണ്. അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റി. രണ്ടാമത്തത് ദുര്യോധനൻ, ശകുനി. ഈ 2 പേരും അതീവ ബുദ്ധിമാന്മാരാണ്. ഇനിയുണ്ട് ആൾക്കാർ, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറയണമെന്നുള്ളൂ. അതീവ ബുദ്ധിമാന്മാരാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനവന് വേണ്ടി മാത്രമായിരുന്നു, അവനവൻ്റെ സംതൃപ്തിക്കും അവനവൻ്റെ കാര്യത്തിനും. അവർ ചെയ്യുന്ന ഈ ബുദ്ധി ഉപയോഗിച്ചത് മുഴുവൻ സെൽഫിഷ് കാര്യങ്ങൾക്കാണ്. അവർക്ക് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരുപാട് പേരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റി. അതുകൊണ്ടല്ലേ കൗരവരുടെ ആർമി വളരെ കൂടുതലായിരുന്നു, പാണ്ഡവർക്ക് അത്രയും ആർമി ഇല്ലായിരുന്നു. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ യുധിഷ്ഠിരൻ, നല്ല മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ, പക്ഷേ വികാരജീവി. അപ്പോൾ എന്തായി, ചൂതിന് വിളിച്ചു, പോയി കളിച്ചു, തോറ്റു. ഇതേപോലത്തെ കാര്യങ്ങൾ വരും യുധിഷ്ഠിരന്. നല്ല ആളാണ്, വളരെ നല്ല ആളാണ്, ഇതിലും നല്ല ആളിൻ്റെ സത്യസന്ധനാണ്, എല്ലാമാണ്. പക്ഷേ യൂസ് ചെയ്യുന്നത് ബുദ്ധിയല്ല, വികാരമാണ്. നാലാമത്തെ ദുശാസനൻ അതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ പോയി കൊന്നിട്ടും വരും. എന്തിനാണ് കൊല്ലണേ അറിയോ, അതൊന്നും സാരില്ല. പാഞ്ചാലിയോട് വസ്ത്രാക്ഷേപം പറഞ്ഞു, അത് പോയി ചെയ്തു. ഇതേപോലത്തെ ആൾക്കാർ, ഈ 4 ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ കലിയുഗത്തിൽ ഈ ലാസ്റ്റ് തുടങ്ങിയിട്ട് വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ സമയത്ത് 9 ബില്യൺ ആൾക്കാരുണ്ടെന്നല്ലേ പറയുന്നത്. ഈ 9 ബില്യണിൽ ഒരുപാട് ആൾക്കാർ ഈ ലാസ്റ്റ് പറഞ്ഞ ടൈപ്പാണ്. അവരെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും, അവരെ മോശമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അത് ഈ മറ്റേ ജൂലിയസ് സീസറിൽ മാർക്ക് ആൻ്റണിയുടെ ഒരു സ്പീച്ച് ഉണ്ട്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മി യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതായത് മിസ്ചീഫ് യു ഹാവ് ലാൻഡഡ്, ടേക്ക് വാട്ട് കോഴ്സ് യു വിൽ. അതായത് വികാരം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോളില്ല, പിന്നെ ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല. ഏത് കോഴ്സ് പോയാലും എനിക്ക് വിരോധമില്ല എന്ന്. അതായത് പിന്നെ അവർ വികാരം ഇളക്കി വിട്ടല്ലോ, ആൾക്കാരെ ഇളകിയില്ലേ, അവർ പോയി ബ്രൂട്ടസിനെ കൊന്നു, കുറേ കാര്യങ്ങൾ ചെയ്തു. അത് എനിക്ക് പിന്നെ കൺട്രോളില്ല, ആ ഇളക്കി വിടലേ ഉള്ളൂ കൺട്രോള്. അത് രാജ്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരെ, മതങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, രാജ്യങ്ങൾ മതങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് ലോകത്ത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇഷ്യൂ അതൊരു ഐസൊലേറ്റഡ് ഇഷ്യൂ എന്നല്ല, ഇത് പാകിസ്ഥാനിൽ നടന്നതിന് മുമ്പ്. ആ സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരുന്നു, ഇപ്പോഴും നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു. അതിൽ നമുക്കൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ പാസിവിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു ഡോർമാറ്റായിട്ടിരിക്കുന്നൊരവസ്ഥ, ആൾക്കാർ കാല് തുടച്ചിട്ട് പോവും. ഈ അവസ്ഥ നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്മൾ ബഹളം വയ്ക്കണം എന്നല്ല, നമ്മൾ യുണൈറ്റ് ആവണം, എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. അതിൽ ജാതി മതം അങ്ങനെയൊന്നും പറയരുത്. കാരണം നമുക്ക് പലപ്പോഴും ഒരുപാട് ഡിവിഷൻ ആണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അയാൾ ഇന്ന ജാതിയാണ്, മറ്റേ ജാതി, അതൊന്നുമല്ല. ഇപ്പം നമുക്ക് ലോകത്തിൽ വേണ്ടത് മനസ്സമാധാനമായിട്ട് എല്ലാവരും ചേർന്നിരിക്കുന്നതാണ്. ആ ഒരു അവസ്ഥ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അവസ്ഥ വരുത്തണം. അതിപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും ബ്രിക്സ് ആണെങ്കിലും ഏത് കൺസോർട്ടിയം എടുത്തോളം, യുണൈറ്റഡ് നേഷൻസിനൊക്കെ അതിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യാം രാജ്യങ്ങളെന്ന്. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ അതിൽ നിന്നെടുത്ത് മാറ്റാം. കോമൺവെൽത്തിന് ആ ലോ ഉണ്ട്, കോമൺവെൽത്തിൻ്റെ പാർട്ടാണ് ബംഗ്ലാദേശ്. കോമൺവെൽത്തിന് അതുണ്ട്. അതായത് ഒരു രാജ്യത്ത് മൈനോറിറ്റീനെ ആക്രമിക്കൽ, കൊല്ലലൊക്കെ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിനെ ഐസൊലേറ്റ് ചെയ്ത് വെക്കാന്നുള്ളത് അതിൽ നിയമമുണ്ട്. ആരും ചെയ്യുന്നില്ല, ആരും പറയുന്നില്ല. കാരണം ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്താ പറഞ്ഞത്, സെക്രട്ടറി ജനറൽ എല്ലാ രാജ്യങ്ങളും റെഫ്യൂജീസിനെ സ്വീകരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ചോദ്യം, ഞാൻ പറഞ്ഞൊരു കാര്യം, അത് വീഡിയോയിലുള്ളതാണ്.
ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല റെഫ്യൂജീസ് ഉണ്ടാവാൻ പാടില്ല എന്ന്? അങ്ങനെയല്ലേ പറയേണ്ടത്? എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് സുഖം, വേറൊരാളുടെ വീട്ടിലല്ല, വേറെ രാജ്യത്തുമല്ല. ഇപ്പോൾ 1.3 മില്യൺ ആൾക്കാർ സിറിയയിൽ നിന്ന് യൂറോപ്പിൽ പോയി. അവരൊരിക്കലും യൂറോപ്യൻസ് ആവില്ല. അവരവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പ്രോബ്ലമാണ്. എന്നാൽ സിറിയ ഇപ്പോൾ വേറൊരു ലെവലിലേക്കായി. അവിടെയും പ്രശ്നങ്ങൾ നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും നോക്കിക്കോളൂ, നമ്മൾ ഈ ഡീജനറസിയുടെ ഓരോരോ വശങ്ങൾ കാണാം. ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒറ്റക്കെട്ടായി നിൽക്കലാണ്. ഭക്തി യോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ, രാജയോഗ, ജപയോഗ, എല്ലാ യോഗം ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ട് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇടയിൽ. ഇതൊക്കെ ഈ എന്ത് യോഗമാണോ ചെയ്യണമെന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണിത്. കാരണം ഇപ്പം നിന്നില്ലെങ്കിൽ പിന്നെ നിൽക്കാൻ നമ്മളുണ്ടാവില്ല. അതൊരു സത്യമാണ്. ഇന്നലെ ഞാൻ മറ്റേ പാർലമെൻറ്റിലായിരുന്നു, ഇവിടെ നമ്മുടെ ഡൽഹിയിൽ സന്ത് സൻസദിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്. വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് കണ്ടിട്ടുണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതായത് ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അധർമ്മം ചെയ്യുന്ന വ്യക്തി, അധർമ്മം ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തി, അധർമ്മം ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തി, ഇവരൊക്കെ അധർമ്മികളാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും കണ്ണടച്ചിരുട്ടാക്കരുത്, ഒരിക്കലും വേറൊരാളെ ആക്രമിക്കരുത്. അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നിട്ടല്ല. അതാണ് ഭാരതത്തിൽ എല്ലാവരും നമ്മൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ആരെയും ആക്രമിച്ചിട്ടും കൊന്നിട്ടും ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യമുണ്ട്, അഹിംസ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിഫെൻസും കൂടെ അതിൽ ചേരും. നമ്മളെ ഡിഫെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നവരൊന്നും വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഇത് തന്നെയല്ലേ ഇറാനിൽ സംഭവിച്ചത്. അന്ന് അവിടുത്തെ ഫാഴ്സികൾ അവർ പറഞ്ഞു, നമ്മുടെ ഈ തീ നാളം അവിടെ ഉള്ളിടത്തോളം ആർക്കും തൊടാൻ പറ്റില്ല എന്ന്. തോട് മാത്രമല്ല, അവരെ തോണ്ടി പുറത്തേക്കാക്കി. അവിടെ ആരും ഇല്ലപ്പോൾ. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നമ്മളൊരു ഫൂൾസ് പാരഡൈസിൽ ഇരുന്നിട്ടാണ് കാണുന്നത് പലതും, ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ. അത് ഒരിക്കലും നന്നല്ല. മാത്രമല്ല, നമ്മൾ ഒരാളോട് എഗൻസ്റ്റ് ആവേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു ഫ്രീക്വൻസി ആവശ്യമില്ല. കാരണം ഒരു വ്യക്തിയുടെ എഗൻസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കണ്ടാമിനേറ്റഡ് ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ സംസ്കാരത്തിനെയും നമ്മുടെ പൈതൃകത്തിനെയും ചേർത്ത് പിടിക്കണം, ഒന്നിച്ച് നിൽക്കണം. ഇതിലെല്ലാവരും ഒന്ന് തന്നെയാണ്. സന്യാസിമാരല്ലാത്തവരും, സ്പിരിച്വൽ ആൾക്കാരും, മതനേതാക്കളും എല്ലാവരും ഒന്ന് തന്നെയാണ്. ആർക്കും ഒരാൾ മുകളിലും താഴെയെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു യൂണിറ്റി നമുക്കിപ്പോൾ കൊണ്ടുവന്നേ പറ്റും. അത്യാവശ്യം അത്. താങ്ക് യു. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഈ കാര്യത്തിൽ നമ്മൾ ബംഗ്ലാദേശ് സ്റ്റോപ്പ് ഹെയ്റ്റ് എന്നുകൊണ്ടൊരു മൂവ്മെൻറ്റിൽ ഞാൻ ഭാഗമാണ്. 27 ഡിസംബറിൽ ഹേഗ് ഉണ്ടല്ലോ, വേൾഡ് കോർട്ടില്ലേ, കോടതി ലോക കോടതി ഹേഗിൽ, നെതർലാൻഡ്സിൽ, അതിൻ്റെ മുന്നിൽ അവിടെ ഒരു ഓം മാർച്ച് നടത്തുന്നുണ്ട്. ഓം എന്ന് മാത്രം ഒരു മുദ്രാവാക്യമില്ല. ഈ പ്ലക്കാർഡ് പിടിക്കും, ബംഗ്ലാദേശ് സ്റ്റോപ്പ് ഹെയ്റ്റ്, എന്നിട്ട് ഓം എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു നടത്തും. അത് ഹേഗിൽ മാത്രമല്ല, പാരീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ലണ്ടനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ന്യൂയോർക്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതെല്ലാവരും ചേർന്നിട്ട്, നമ്മൾ മാത്രമല്ല, പരമഹംസ വിശ്വാനന്ദനുണ്ട്. ഞാൻ ഇപ്പം മിനിഞ്ഞാന്നും കൂടെ സംസാരിച്ചു അദ്ദേഹത്തിനോട്. പിന്നെ നമ്മുടെ വെയിൽസിൽ 300 ഏക്കർ ആശ്രമമുണ്ട്. അവിടുത്തെ സ്വാമിമാർ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബഹളം വെച്ചിട്ടല്ല, പല സമയത്തും നമ്മൾ കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ശക്തി. അത് സൈലൻസിനും ശക്തിയുണ്ട്. വർത്തമാനം പറയണമെങ്കിൽ പറയരുത്, അത് നമുക്ക് പറയേണ്ട സമയത്തേ പറയണ്ടു. പക്ഷെ കൂടി ചേർന്ന് നിൽക്കണം, എല്ലാവരും ഒത്തൊരുക്കിയൊരു സമയമാണിത്. ആ ഒരു ചേഞ്ചും ആ ഒരു യൂണിറ്റിയും ഇപ്പം കണ്ടേ പറ്റും. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ, അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമാണ്. അവിടെ ഉള്ളവർ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ള ഒരാൾ, ഞാൻ മിനിഞ്ഞാന്ന് സംസാരിച്ചു. അപ്പോൾ ചോദിച്ചാണ്, നമ്മളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല? ഡു യു റിയലി സപ്പോർട്ട് അസ്? വൈ ഈസ് ഇറ്റ് നോട്ട് ഷോയിങ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യൻ അംബാസഡർ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഒരു വിളക്ക് കൊളുത്തി തിരിച്ചു പോയിരുന്നെങ്കിൽ അമ്പലം പ്രൊട്ടക്റ്റഡ് ആയേനെ. ബംഗ്ലാദേശിൽ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട. അംബാസഡർ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വിളക്ക് കൊളുത്തി പോയിട്ടുണ്ടെങ്കിൽ അമ്പലം അവർ നശിപ്പിക്കില്ല. കാരണം നശിപ്പിക്കാൻ പേടിയുണ്ടാവും. ആരും പോകുന്നില്ല, എല്ലാവരും ഡയലോഗേ ഉള്ളൂ. ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിട്ടാർഡഡ് വേർഷനാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. എന്ത് ഡിപ്ലോമസി? എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ഡിപ്ലോമസി? മാത്രമല്ല, അവിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ആൾ ഫേസ്ബുക്കിൽ എഴുതും ബ്ലാസ്ഫമി ഉണ്ടായി എന്ന്, അതായത് പ്രോഫറ്റിനെ അപമാനിച്ചു എന്ന്. അവിടെ ആൾക്കാർ വന്ന് ആ വില്ലേജ് മുഴുവൻ നശിപ്പിക്കുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, കൊല്ലുക, ആ വില്ലേജ് മുഴുവൻ എല്ലാവരും തല്ലി കൊല്ലുക.
ആ വില്ലേജ് പിടിച്ചെടുക്കുക. ഇതാണ് ഇപ്പോൾ നടക്കണത്. 7000 പേര് കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് മരിച്ചു. 7000 പീപ്പിൾ. നമ്മളിവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ലോകത്ത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. പിന്നെ അടികൾ വളരെ സന്തോഷം എന്നെ ഇവിടെ വിളിച്ചതിൽ, ഇവിടെ സംസാരിക്കാൻ പറ്റിയതിൽ, എല്ലാവരെയും കണ്ടതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു. വളരെ സന്തോഷം. ജാതി മതചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി നാം നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശ്രീവിദ്യ മഹായാഗവേദിയിൽ നമ്മോട് സംബന്ധിച്ച മോഹൻജിയോടുള്ള ഗൈതവുമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു. On behalf of everyone present here, we extend our heartfelt gratitude to you, sir, for that truly enlightened and inspiring speech. I would now request Dr. Hemalata to present a shawl. Adorning a shawl as a mark of our respect. അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി ഇനി ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ ഉപഹാരം സമ്മാനിക്കുകയാണ്. Thank you, sir, once again for sharing your invaluable knowledge with us, for being a beacon of light and inspiration in our spiritual progress. Let's please have a big round of applause once again. നമസ്കാരം. ഇദ്ദേഹവുമായി എനിക്ക് ഏകദേശം ഒരു 25 കൊല്ലത്തോളം പരിചയമുണ്ട്. ആദ്യം ധാരാളം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിലിടയ്ക്ക് കുറച്ച് കാലം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരിക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എവിടെയായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഹിമാലയത്തിലായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് എന്തെങ്കിലും വേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നോ ഒരു മെസ്സേജ് എന്തെങ്കിലും വേണമെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടാവും, എന്താണ് അടികൾ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ നമ്മുടെ ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പലപ്പോഴും അദ്ദേഹത്തിനോട് പറയാറുണ്ട്. അപ്പോൾ ഒക്കെ വിദേശത്തുള്ള യാത്രകളിലായിരിക്കും. പക്ഷേ ഈ വർഷം നമ്മുടെ ഷോഡശിയായി 16ാമത്തെ വർഷമായപ്പോൾ ഈ വർഷം എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ വന്നിരിക്കും എന്നുള്ളത്. അതായത് അമ്മ കൊണ്ടുവന്നു എന്നുള്ളത് സത്യം അതാണ്. അപ്പോൾ അമ്മയാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ആർട്ടിസ്റ്റ് ഡാവിഞ്ചി ഉണ്ണി ഇപ്പോൾ മോഹൻജിയുടെ ഒരു പടം ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് വരച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. ഇവിടെ ഒരു വിശിഷ്ടാതിഥി കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ രജിത് കുമാർ സുബ്രഹ്മണ്യൻ്റെ ഉപാസകനാണ്. ഇദ്ദേഹത്തിന് ഒരു വ്യാഴവട്ടത്തിലധിക കാലമായി എനിക്ക് പരിചയമുണ്ട്. അതായത് ആദ്യം സുബ്രഹ്മണ്യൻ്റെ ഒരു സ്പാർക്ക്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സ്പാർക്ക് അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അതിനുശേഷം 12 വർഷത്തിന് ശേഷം ഇപ്പോൾ അടുത്തിടെയാണ് പഴനിയിൽ വെച്ചിട്ട് വീണ്ടും കണ്ടത്. അദ്ദേഹം അവിടെ ഗിരിവലം സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് വീണ്ടും കണ്ടു. അപ്പോൾ അദ്ദേഹം ഇന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും അമ്മയുടെ പ്രസാദം ആദ്യം കൊടുക്കട്ടെ. രണ്ട് വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക്.
എല്ലാവർക്കും നമസ്കാരം. അടികർ എന്നെ ഈ പ്രോഗ്രാമിന് ഒരു മാസം മുമ്പ് വിളിച്ചു തുടങ്ങിയതാണ്. ആദ്യം കല്ലിടാൻ വേണ്ടി സമയത്ത് വിളിച്ചു, അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോൾ ഞാൻ ഒരു മാസം പുറത്തുള്ള യാത്രയിലായിരുന്നു, ദുബായ്, സിംഗപ്പൂർ, മലേഷ്യയൊക്കെയായിട്ട്. പിന്നെ വീണ്ടും വിളിച്ച് അവസാനം പിന്നെ തിരിച്ച് പഴനിയിൽ പ്രോഗ്രാമായിരുന്നു ഡിസംബർ 13-ന്. അതിൻ്റെ തിരക്കിൽ വിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്ത ഒരാളായ കാരണം വന്നപ്പോൾ ഓഫീസ് തിരക്കായി. ഞാനാണ് വിളിച്ചത്, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും ചെയ്യുന്ന ആൾ പറയാണ്ടിരുന്ന എൻ്റെ ഭാഗ്യം. കാരണം ഒരാളെ വിളിക്കണേന് ഒരു പരിധിയില്ല. അവസാനം എന്തായാലും ഇവിടെ എത്താൻ പറ്റി. ഈ ക്ഷണത്തിന് ഇവിടെ എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി, നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് നന്ദി. പിന്നെ പ്രത്യേകിച്ച് മോഹൻജീനെ ഞാൻ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഞാൻ കാണാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോസ്. ഒരുപാട് സന്തോഷം ഇവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയതിൽ. പിന്നെ നമ്മുടെ തമ്പിച്ചേട്ടുണ്ട് ഇവിടെ, ഞങ്ങൾ വളരെ കാലമായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരാണ്. എന്തായാലും ഇവിടെ നമ്മളെ ഇത്തരം ചടങ്ങുകൾ ഞാൻ കൂടുതൽ സംസാരിക്കണത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, സമയം വളരെയധികം വൈകി. അപ്പോൾ ഇത്തരം ചടങ്ങുകൾ, ഇത്രയും ആധ്യാത്മിക സദസ്സുകൾ, ആ എനർജി, ഊർജപ്രവാഹം, അത് ഏറ്റുവാങ്ങാൻ കാണിക്കുന്ന മാനസിക അത് നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്ന് തെളിയിക്കുന്നതാണ്. കാരണം എത്ര ആൾക്കാർക്ക് ഇവിടെ എത്താൻ പറ്റുന്നുണ്ട് ഇത്രയും പ്രോഗ്രാം നടത്തുമ്പോൾ? കാരണം അതിലൊരു ഊർജ്ജപ്രവാഹം ഉണ്ടെന്നും അതൊരു ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയെന്ന് പറയുന്ന ഒരു അനുഗ്രഹം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അതിന് സമയം ചെലവാക്കി നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്കും കൂടി ആ ഊർജ്ജപ്രവാഹം പകർന്നു നൽകുകയാണെന്ന അറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റണത്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ഭാരതത്തിലൊരു ആത്മീയ പാരമ്പര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ ജനിച്ചു വീഴുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദുമതം തകർന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിനെ ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടു, നീ ഇത് തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞു. അദ്ദേഹം നടന്നു ഭാരതത്തിലുടനീളം. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം അനന്തര ഡൈമെൻഷനിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഭാരതം ഹിന്ദുമതത്തിന് അടിത്തറയായി മാറിയിരുന്നു. അദ്ദേഹം ഒരു 4 മഠങ്ങൾ സ്ഥാപിച്ചു, ഒരിക്കലും തകരാതിരിക്കാൻ വേണ്ടി, സനാതന ധർമ്മം തകരാതിരിക്കാൻ വേണ്ടി. അദ്ദേഹം പോയിട്ട് 1200 വർഷം കഴിഞ്ഞിട്ടും അതിനെ തൊടാൻ പോലും എത്രയോ വൈദേശിക ശക്തികൾ വന്ന് ഭരിച്ചിട്ടും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ശങ്കരാചാര്യർ, ആദി ശങ്കരാചാര്യർ. അദ്ദേഹം ജനിച്ച മണ്ണിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആ ഊർജ്ജപ്രവാഹം നമ്മൾ മനസ്സിലാലോചിക്കുക. ഗുരുദേവൻ അദ്ദേഹം കാണിച്ച വഴികളിലൂടെ സഞ്ചരിക്കുക. 18 സിദ്ധന്മാരുടെ ഭോഗർ സിദ്ധർ, മോഹൻജി പറഞ്ഞിരുന്നു ഓരോ അമ്പലങ്ങളിലെ സമാധി സ്ഥലത്തെ പറ്റി. പഴനിയിലുള്ള മഹാസിദ്ധൻ, അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് ഭോഗനാഥർ സിദ്ധരുടെ. അത്തരം ഗുരുക്കന്മാരുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാവും. നമ്മളും ഇവിടെയൊക്കെ മാർക്ക് ചെയ്യപ്പെടും. നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചരിത്രത്തിൽ നമ്മുടേതായ ഒരു സീൽ പതിപ്പിച്ച് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു ശക്തി, ആ ഊർജം, ആ ഒരു എനർജി നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശരണഭവായ നമഃ. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. കൃത്യം 12:45 ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ലഞ്ച് വിൽ ബി സെർവ്ഡ് അറ്റ് 12:45.
യജ്ഞത്തിന് സന്നിഹിതരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് ഭോജനശാലയിൽ ഭക്ഷണം വിളമ്പാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ട്. ആരും ക്യൂ നിന്ന് വിഷമിക്കണം എന്നില്ല എന്ന് അപേക്ഷിക്കുകയാണ്. അതാത് സ്ഥാനത്ത് ഇരിക്കുക. അവിടുത്തെ സീറ്റിൻ്റെ ലഭ്യത അനുസരിച്ച് പോയി ഇരുന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുക. തിരക്ക് കൂട്ടി കഴിക്കണമെന്നില്ല. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ അസൗകര്യമുണ്ടാക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.